ഹായ് ഡിയർ ഫ്രണ്ട്സ്, CMA ഇൻ്റർമീഡിയറ്റിൻ്റെ പേപ്പർ നമ്പർ 7B ഇൻഡയറക്റ്റ് ടാക്സേഷനാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണത്. ഈ ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ GST ഉണ്ട്, അതേപോലെ കസ്റ്റംസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. GST ആക്റ്റും കസ്റ്റംസ് ആക്റ്റും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിൽ GST എന്ന് പറയുന്ന ഏരിയ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോണത് ഞാനായിരിക്കും. ടോട്ടൽ GST ആൻഡ് കസ്റ്റംസിൽ നിന്നും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. DT ആൻഡ് IDT എന്ന് പറയുന്ന പേപ്പറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 100 മാർക്കിൻ്റെ പേപ്പറാണ്. ഇതിൽ 50 മാർക്കും നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ടാക്സേഷനിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ 50 മാർക്കും എങ്ങനെ സ്കോർ ചെയ്യാം, ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. സോ ഏറ്റവും ബേസിൽ വരുന്നത്, അതായത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആ ബേസിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ദെൻ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഈ നോട്ട് ആക്ച്വലി നമ്മൾ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതില്ലേ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും, റിയൽ ലൈഫ് എക്സാമ്പിൾസ്. അത് നമ്മുടെ കല്യാൺ സിൽക്സ് വരാം, അല്ലെങ്കിൽ അജ്മൽ ബിസ്മി വരാം, അല്ലെങ്കിൽ മറ്റ് സാംസങ്, സോണി പോലെയുള്ള മറ്റ് കമ്പനീസ് വരാം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കമ്പനീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാമ്പിൾസ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. എന്താണോ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്, ഇത് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേറ്റർ ഓൺ നിങ്ങൾ കോൺസെപ്റ്റ്സ് പഠിക്കുന്ന സമയത്തില്ലേ, എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കോൺസെപ്റ്റൊക്കെ വായിച്ച് പഠിക്കില്ലേ, ആ സമയത്ത് ഇത് എന്താണ് ആക്ച്വലി കോൺസെപ്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾസ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യാം. ഇൻസം ഇത്രയേ ഉള്ളൂ, ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ ഒരു 5% വെയിറ്റേജ് ഉണ്ടാവും. അതായത് എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ നമ്മൾ എവിടത്തേക്ക് പോകും, GST ലോ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ലോ, ഒരു 35% വെയിറ്റേജ് വരും. ദെൻ കസ്റ്റംസ് ആക്ട്, ഒരു 10% വെയിറ്റേജിൽ വരുന്ന ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ മറ്റൊരു ഏരിയയാണ് കസ്റ്റംസ് ആക്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണതും GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനായിട്ട് പോണത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ഇല്ലേ, അതായത് GSTയുടെ കോൺസെപ്റ്റൊക്കെ നമ്മൾ നോക്കുന്നതിന് മുന്നില്ലേ, GST, വാട്ട് ഈസ് GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലേ, ഒരു 3 BSc ടേം എന്നൊക്കെ പറയാലോ അല്ലേ, ഗുഡ്സ് സർവീസ് ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഈ GST എന്ന് പറയുന്ന ടാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർ ആരുമില്ല, കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു സാധനം വാങ്ങുന്ന സമയത്തും അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണല്ലേ GST. ഒരു %GST നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താണ് ആക്ച്വലി ഈ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ ഇവിടെ ഗെയിൻ ചെയ്യാനായിട്ട് പോണത്. ബിഫോർ ഗോയിങ് ടു GST, അല്ലെങ്കിൽ നമ്മൾ GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ, വാട്ട് ഈസ് ടാക്സ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, വാട്ട് ഈസ് GST എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ, കോമൺ സെൻസ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ടാക്സ്? എന്താണ് ടാക്സ് എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയും, അതെന്ത് ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് അല്ലേ, ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന നികുതി എന്ന് പറയുന്ന സാധനമാണല്ലോ ടാക്സ്. യെസ്, അതെ, ഡൗട്ടൊന്നുമില്ല. പക്ഷെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ടാക്സ് എന്ന് ഞാൻ ചോദിക്കുന്നതിന് പകരം ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? നിങ്ങൾ പറയും ഗവൺമെൻറ്റാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ബൈ ഗവൺമെൻറ്. തെറ്റുണ്ടോ? യെസ്, ശരിയാണ്, ഗവൺമെൻറ്റാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്? എന്തിനാണ് ഗവൺമെൻറ്റിന് ടാക്സ്? നമ്മൾ പറയും പബ്ലിക്കിന് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ വേണ്ടേ അല്ലേ. നമുക്ക് നല്ല നല്ല റോഡുകൾ വേണം, പൊട്ടാത്ത പൊളിയാത്ത കുഴികളൊന്നും ഇല്ലാത്ത നല്ല റോഡുകൾ വേണം അല്ലേ, നല്ല നല്ല പാലങ്ങൾ വേണം, നല്ല നല്ല ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽസും സ്കൂൾസും വേണം. ഇതിനൊക്കെ ഗവൺമെൻറ്റിന് എന്ത് വേണം? പൈസയും വേണം. അപ്പോൾ ഈ പൈസ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ആൻസർ ഈസ് ടാക്സ് എന്നാണ് കിട്ടുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മീറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് കളക്ട് ചെയ്യുന്നത്, ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ദാറ്റ് ഈസ് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ഓപ്ഷണൽ ആണോ? എന്നോട് ഗവൺമെൻറ് പറയാണ്, നിങ്ങൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ് കേട്ടോ, സോ നാളെ മുതൽ ടാക്സ് അടച്ചോളൂ എന്ന് പറയണം. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് സൗകര്യമില്ല. എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? വാട്ട് യു തിങ്ക്? ഒരിക്കലുമില്ല. ടാക്സ് അടക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണെന്നുണ്ടെങ്കിൽ അത് ഏത് ടാക്സ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, GST ആയിക്കോട്ടെ, വാട്ട് എവർ ദ ടാക്സ് ഈസ്, ഏത് ടാക്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ യു ഷുഡ് പേ, വിച്ച് മീൻസ് കമ്പൽസറിലി നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ടാക്സ് ഈസ് എ കമ്പൽസറി ചാർജ് ആണ്, അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ കൊടുക്കാനുള്ളൊരു എമൗണ്ട് ആണ്. പറയാൻ പറ്റുമോ? ആൻസർ ഈസ് യെസ്, കമ്പൽസറി ആയിട്ട് നിങ്ങൾ കൊടുക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പൽസറി ആയിട്ട് കൊടുക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി, യെസ് ഞാൻ തന്നോളാം, പക്ഷെങ്കിൽ ഇത് ഞാൻ ക്യാഷ് ആയിട്ട് തന്നെ തരേണ്ട ആവശ്യമുണ്ടോ? ദാറ്റ് ഈസ്, ഞാൻ ഈ ടാക്സ് എന്ന് പറയുന്ന സാധനം ക്യാഷ് ആയിട്ട് തന്നെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ക്യാഷ് അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ കൊടുത്താൽ മതിയോ? ആൻസർ ഈസ് ക്യാഷ് ആയിട്ട് തന്നെ തരണം അല്ലേ? അല്ലാതെ എന്താണ് ഞാൻ പറയാണ്, എനിക്കൊരുപാട് റബ്ബർ തോട്ടമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരുപാട് കുരുമുളക് കൃഷിയുണ്ട്, ഞാൻ ഇത് തരാം ടാക്സ് ആയിട്ട് എടുക്കുമോ, നികുതിയായിട്ട് എടുക്കുമോ? ഒരിക്കലുമില്ല. ടാക്സ് ആയിട്ട് നമ്മൾ എന്ത് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ടാക്സ് ആയിട്ട് നിങ്ങൾ മണി തന്നെ കൊടുക്കണം, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ചാർജ് തന്നെ ടാക്സ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം, ക്യാഷ് തന്നെ കൊടുക്കണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസം ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറിലി നമ്മൾ കൊടുക്കേണ്ട ഒരു ചാർജാണ്, കമ്പൽസറി ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ് ടാക്സ്. ഓക്കെ, സോ ഞാൻ അതിനിങ്ങനെ പറയുന്നു, ടാക്സ് ഈസ് എ കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജ്. ടാക്സ് ഈസ് എ കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജ്. ഇനി ഇത് ആരാണ് കളക്ട് ചെയ്യുന്നത്? ബൈ എ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതെന്താണ് ഈ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ? നമ്മൾ ഗവൺമെൻറ് എന്നാണല്ലോ നമ്മളിവിടെ പഠിച്ചേ, ടാക്സ് കളക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്നാണല്ലോ നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇതെവിടെ നിന്നാണ് ഒരു ഓർഗനൈസേഷൻ കയറിയേ? വളരെ ശ്രദ്ധിക്കുക. ആസ് എ പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആസ് എ പ്രൊഫഷണൽസ് നമ്മൾ ഒരിക്കലും ടാക്സ് കളക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്ന് പറയരുത്. നമ്മൾ എന്ത് ചെയ്യരുത്? ടാക്സ് കളക്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്ന് പറയരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ്, ഗവൺമെൻറ് അല്ലേ? അത് ഗവൺമെൻറ് ആണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് കയറി വരുന്നത് ആരൊക്കെയാണ്? അഫ്കോഴ്സ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ഇവരൊക്കെയാണ് അല്ലേ? ദാറ്റ് ഈസ് മന്ത്രിമാരൊക്കെയാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗവൺമെൻറ്റൽ അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്റ്റേഴ്സാണ്, അറിയാം. വാട്ട് യു തിങ്ക്? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങും. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, അന്നത്തെ ടാക്സുകൾ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാൻ തുടങ്ങുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന നമ്മുടെ അപ്പെക്സ് അതോറിറ്റി ഇല്ലേ, ഗവൺമെൻറ്റൽ അതോറിറ്റി ഇല്ലേ, ഈ ഗവൺമെൻറ്റൽ അതോറിറ്റി ടാക്സുകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ബോഡീസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അതോറിറ്റീസിനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബോഡീസ് അല്ലെങ്കിൽ അതോറിറ്റീസ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതോറിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. എന്താ വിളിക്കുക? ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് ഈ ഓർഗനൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പഠിക്കും, CBDT, CBIC എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഇപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടുന്നില്ല, ലീവ് ഇറ്റ്. ബട്ട് ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ നമുക്കുണ്ട്. ഈ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ടാക്സുകൾ കളക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കണം. ഓക്കെ, സോ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് കമ്പൽസറി ആയിട്ട്, വിച്ച് മീൻസ് കമ്പൽസറി മീൻസ് വാട്ട്? നിർബന്ധം അല്ലേ? നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ചാർജ് ആണ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ചാർജ്? മണി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പൽസറി ആയിട്ട് ഞാൻ പൈസ ആയിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു സാധനമാണ് ടാക്സ്. ബൈ എ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ആരാ ഇത് കളക്ട് ചെയ്യുന്നത്? ബൈ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് CBDT, CBIC ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അതിനെ പറ്റിയിട്ട് ഇപ്പം നിങ്ങൾ ബോധേഡാവേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇൻ ഓർഡർ ടു ഫണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫണ്ട് ഗവൺമെൻറ് സ്പെൻഡിങ്സ് ആൻഡ് വേരിയസ് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ്. നമ്മൾ പറഞ്ഞു പബ്ലിക്കിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. അതായത് നമുക്ക് നല്ല ഹോസ്പിറ്റൽ വേണം, അല്ലെങ്കിൽ നല്ല സ്കൂൾസോ കോളേജസോ വേണം, ബ്രിഡ്ജസ് വേണം, നല്ല റോഡുകൾ വേണം, ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ മിലിറ്ററിക്കാരുടെ എക്യുപ്മെൻറ്റ്സ് ഇല്ലേ, ഇതൊക്കെ നല്ല അടിപൊളി എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് വേണം. ഇതൊക്കെ വേണമെങ്കിൽ എന്തും വേണം? പൈസയും വേണം.
ആ പൈസ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ റോഡൊക്കെ വളരെ എന്താണ് നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ റോഡൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ് എന്നുള്ളതാണ് ഇൻസം നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പഠിച്ചിട്ട് പോയി ഇവിടെ നിന്ന് തന്നെ പഠിച്ച്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാക്സ് ഈസ് എ കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജ്. ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ ചാർജാണ് ടാക്സ്. ആരാ ഇത് കളക്ട് ചെയ്യുന്നത്? ബൈ എ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ഇത് കളക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫണ്ട് ഗവൺമെൻറ് സ്പെൻഡിങ്സ് ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ്. വേരിയസ് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ്. പബ്ലിക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്സ് മീറ്റ് ചെയ്യാം. ബോത്ത് ആർ സെയിം അല്ലേ? ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ടാക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് ടാക്സ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്തൊക്കെയാണ് ഈ ടാക്സുകൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ അകത്ത് ഏതൊക്കെ ടൈപ്പ് ടാക്സുകളാണുള്ളത്? വിച്ച് മീൻസ് ടൈപ്സ് ഓഫ് ടാക്സ്. നമുക്ക് ഓൾറെഡി അറിയാം. അത് തന്നെയാണ് നമ്മുടെ പേപ്പറിൻ്റെ പേരും അല്ലേ? എന്താണ് പേപ്പറിൻ്റെ പേരെന്താ? IDT അഥവാ ഇൻഡയറക്റ്റ് ടാക്സേഷൻ അല്ലേ? സോ ഇത് കൂടാതെ നമുക്കൊരു ടാക്സും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ്. നിങ്ങൾ പഠിക്കും പേപ്പർ 7A എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. അതേപോലെ രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്? ഇൻഡയറക്റ്റ് ടാക്സ്. എന്താണ് ഡയറക്റ്റ് ടാക്സ്? സേ ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. അമൽ. ഓക്കെ, അമൽ എന്ന് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ഈ അമലില്ലേ CM ഒക്കെ പാസ്സായിട്ടില്ലേ, നേരെ ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോബിന് കയറിയിട്ടാ. സ്വാഭാവികമായിട്ടും ഇൻഫോസിസ് അമലിന് സാലറി കൊടുക്കില്ലേ? സേ പെർ മന്ത് ഒരു 1 lakh rupees ഒക്കെ കിട്ടുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, അപ്പം ഈ സാലറിയുടെ മേളിൽ നമ്മുടെ അമൽ ടാക്സ് അടക്കണോ? ആൻസർ ഈസ് യെസ്. അമൽ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. ഈ ടാക്സ് GST ആണോ ആക്ച്വലി? അല്ല. സാലറിയുടെ മേളിൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകം ടാക്സ്. ഈ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? നമ്മൾ ചോദിക്കും. ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അമൽ ഈ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് എങ്ങനെയാണ്? അമൽ ഡയറക്റ്റ്ലി പേ ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ അമൽ ത്രൂ മറ്റാരെങ്കിലും ആണോ പേ ചെയ്യുന്നത്? നമ്മൾ പറയും അമൽ ഡയറക്റ്റ്ലി ആണ് ഇത് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നത്. വിച്ച് മീൻസ് ടാക്സ് പെയർ ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് ഒരു ടാക്സ് പേ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ, ടാക്സ് പെയർ ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് ഒരു ടാക്സ് പേ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ അത്തരം ടാക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ്. അത്തരം ടാക്സുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡയറക്റ്റ് ടാക്സ്. ഇനി ഇതേ ടാക്സ് പെയർ ഇൻഡയറക്റ്റ്ലി ആണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നതെങ്കിലോ? അതെന്താണ് ഇൻഡയറക്റ്റ്ലി പേ ചെയ്യുക? ഇതേ അമലിട്ടാ. ഈ അമലിലെ +2 ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, കാണുന്നില്ലേ? വളരെ ഒരു ഹാർഡ് കോർ തിങ്കിങ്ങിലാണ്. എന്താണ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ആളെന്താ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, CMA എന്ന് പറയുന്നൊരു കോഴ്സ് എടുക്കണം. +2 ഒക്കെ കഴിഞ്ഞില്ലേ? +2 കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കണ്ടേ? ദാറ്റ് ഈസ് ഡിഗ്രിയോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ആൾ പറയാണ്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പ്രൊഫഷണൽ ആയേക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, CMA പഠിക്കാം എന്നും പറഞ്ഞിട്ടൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CMAക്ക് ജോയിൻ ചെയ്യാണ്. CMA ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമലില്ലേ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അമലിനോട് എന്ത് പറയും? അമലെ, CMAയുടെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾ നമുക്ക് ഫീസ് തരണം. അപ്പോൾ അമൽ ചോദിക്കും, എത്രയാണ് ഫീസ്? കോച്ചിങ് ഫീസ് 50,000 രൂപയാണ് കേട്ടോ. ഓക്കെ, അമൽ പറയും, ഓക്കെ ഞാൻ എന്ത് ചെയ്യാം, 50,000 രൂപ പേ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കാര്യം കൂടെ പറയും, കഴിഞ്ഞിട്ടില്ല അമലെ, 50,000 രൂപ മാത്രം പോരാ, പ്ലസ് അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു GSTയും കൂടെ ഉണ്ടാവും. 50,000 പ്ലസ് ഒരു GSTയും കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഈ GST ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു 9,000 രൂപയാണ് GST എന്നാണെങ്കിൽ, ടോട്ടൽ നമ്മുടെ അമൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്ര രൂപ കൊടുക്കണം? ടോട്ടൽ 59,000 രൂപ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇതാണല്ലോ എല്ലാവരുടെയും നടക്കുന്നത്. അതായത് ഒരു കോച്ചിങ് ഫീസ് വാങ്ങുന്നു, ആ കോച്ചിങ് ഫീസിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, GSTയും കൂടെ ആഡ് ചെയ്യുന്നു. ടോട്ടൽ അമൽ എന്ത് ചെയ്യണം, നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 59,000 രൂപ കൊടുക്കുന്നു. ഇനി മൈ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 59,000 രൂപ കിട്ടിയില്ലേ? ഇതിൽ 50,000 രൂപയാണല്ലോ ഇവരുടെ ഫീസ്.
9,000 രൂപ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനുള്ള ടാക്സ് ആണ്, GST ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ ചെയ്യാമെന്നറിയോ? ഇതിനെ 2 ബോക്സുകളിലാക്കിയിട്ട് വെക്കും. എന്തിനെ? ഈ ടോട്ടൽ 59,000 രൂപയെ ഒരു ബോക്സിൽ എന്ത് ചെയ്യും? 50,000 രൂപ ഇടും. എന്തിനീ 50,000 രൂപ ഒരു ബോക്സിലിടുന്നത്? ഇത് അമലിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർജ് ചെയ്ത ഫീസാണ്, കോച്ചിങ് ഫീസാണ്. ദെൻ 9,000 രൂപ എന്തിനാ മറ്റൊരു ബോക്സിലാക്കി? കാരണമുണ്ട്. എന്താ? ഈ 9,000 രൂപ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനുള്ള ടാക്സ് ആണ്, ദാറ്റ് ഈസ് GST ആണ്. ലേറ്റർ ഓൺ അമലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ 9,000 രൂപ GST നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർക്ക് കൊടുക്കും? ഗവൺമെൻറ്റിന് പേ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അമലിൻ്റെ കയ്യിൽ നിന്ന് ടോട്ടൽ 59,000 രൂപ വാങ്ങിയിട്ട് ഇതിൽ നിന്നും ഒരു 9,000 രൂപ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കൗണ്ടൻ്റ് ഇല്ലേ, ഈ അക്കൗണ്ടൻറ്റിന് വല്ല വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും? വാട്ട് യു തിങ്ക്? ഒന്നുമില്ല. കാരണം എന്താ? ഈ അക്കൗണ്ടൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നല്ലല്ലോ അല്ലേ പൈസ എടുത്ത് കൊടുക്കുന്നത്. ഈ പൈസ എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്? പൈസ അമലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, എന്നിട്ട് ആക്ച്വലി എന്ത് ചെയ്യുന്നു? ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നേരെ തിരിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ആക്ച്വലി ഈ ഒരു 9,000 രൂപ ആരുടെ പോക്കറ്റിൽ നിന്നാണ് പോയത്? നമ്മുടെ അമലിൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോയത് അല്ലേ? ആര് ത്രൂ ആണ് പോയത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ത്രൂ ആണ് പോയത്. അപ്പോൾ ഇൻഫാക്ട് ഈ 9,000 രൂപയും ഇൻഡയറക്ട്ലി കൊടുത്തത് അമലല്ലേ? ഡയറക്റ്റ്ലി അമൽ കൊടുത്തിട്ടില്ല, ഓക്കെ. ഡയറക്റ്റ്ലി കൊടുത്തത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ബട്ട് ഇത് ആരുടെ പോക്കറ്റിൽ നിന്ന് പോയതാ? അമലിൻ്റെ പോക്കറ്റിൽ നിന്ന് പോയതാണ്. സോ അമലാണല്ലോ ഇൻഡയറക്ട്ലി ഇത് പേ ചെയ്യുന്നത്. ആൻസർ ഇസ് യെസ്, അമലാണ് ഇത് ഇൻഡയറക്ട്ലി പേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് GST നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്? ഇൻഡയറക്ട്ലി ആണ് ഗവൺമെൻറ്റിലേക്ക് നമ്മുടെ ടാക്സ് പെയർ ഈ ടാക്സ് എത്തിക്കുന്നത്. നേരെ മറിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ നേരെ മൈജിയിൽ പോകുന്നു, ഒരു സാംസങ് എന്താണ് ഒരു ഫോൺ എടുക്കുന്നു. സാംസങ്ങിൻ്റെ എന്ത് ചെയ്യുന്നു? S24 എന്ന് പറയുന്നൊരു ഫോൺ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഈ S24 എന്ന് പറയുന്ന ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൈജിയിൽ പോയിട്ട് അവരൊരു 70,000 ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ 70,000 ഓഫ് കോഴ്സ് എന്തും ഉണ്ടാവും? GST ഉണ്ടാവും. നിങ്ങൾ ഈ 70,000 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലുള്ള GST എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് നിങ്ങളാണോ കൊടുക്കുന്നത്? ക്വസ്റ്റ്യൻ ഈസ് ആരാണിത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലാതെ ആർക്ക് കൊടുക്കുന്നു ഇതൊന്നും മാറ്ററല്ല. ഈ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ആര് കൊടുക്കുന്നു? ആൻസർ ഈസ് ഗവൺമെൻറ്റിലേക്ക് ഈ ടാക്സ് കൊടുക്കുന്ന ആരാണ്? മൈജിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ മൈജിയാണ്. സോ മൈജി ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഇൻ ദ സെൻസ് നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ഇത് ഇൻഡയറക്റ്റ്ലി പോണത് എന്നുള്ളത് കൊണ്ട് തന്നെ GST നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കും. ഓക്കെ. വേറെ ഡയറക്റ്റ് ടാക്സ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സസ് ആർ ദോസ് വിച്ച് ആർ പെയ്ഡ് ആഫ്റ്റർ ദ ഇൻകം റീച്ചസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ടാക്സ് പെയർ. അതായത് ടാക്സ് പെയർ സാലറി ഏൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താ? ഇൻഫോസിസിൽ ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി കിട്ടുന്നു. ഈ സാലറിയുടെ മേളിലുള്ള എമൗണ്ട്, ടാക്സ് എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ ടാക്സ് പെയർ തന്നെ സെൽഫ് അസസ് ചെയ്യുന്നു. അതായത് സെൽഫ് അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അയാൾ തന്നെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ. ഇൻകം ടാക്സ് ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. വിച്ച് മീൻസ് ഡയറക്റ്റ്ലി ആണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. വിച്ച് ഈസ് പെയ്ഡ് ബൈ ദ ടാക്സ് പെയർ ഡയറക്ട്ലി ഫ്രം ഹിസ് ഇൻകം. അയാൾ ഇൻകം ഏൺ ചെയ്യുന്നു, ആ ഇൻകത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. ദെൻ ഇൻകം ടാക്സും ഗിഫ്റ്റ് ടാക്സും ഒക്കെ നമുക്ക് പറയാം കേട്ടോ ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളായിട്ട്. ഇനി സെക്കൻഡ് തിങ്, വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്? എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുക. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ പെയ്ഡ് ബിഫോർ ദ ഗുഡ്സ് ഓർ സർവീസസ് റീച്ച് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ടാക്സ് പെയർ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CMAക്ക് ജോയിൻ ചെയ്തില്ലേ? നിങ്ങൾ പറയാണ് നിങ്ങൾ എനിക്ക് ആദ്യം കോച്ചിങ് തരൂ, മൊത്തം കോച്ചിങ്ങും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൈസ തരാം. ഈസ് ഇറ്റ് പോസിബിൾ? അല്ലെങ്കിൽ നിങ്ങൾ മൈജിയിൽ പോയിട്ട് S24 വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു, അവരോട് പറയാണ് നിങ്ങൾ ആദ്യം S24 താ, ഞാനിത് യൂസ് ചെയ്യട്ടെ, യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. പോസിബിൾ ആണോ? ഒരിക്കലുമല്ല. വിച്ച് മീൻസ് ബിഫോർ ദ ഗുഡ്സ് ഓർ സർവീസസ് റീച്ചസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ടാക്സ് പെയർ. അതായത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അതിൻ്റെ ആക്ച്വൽ എസെൻസ് നമ്മുടെ ടാക്സ് പെയർ, അതായത് എന്താണ് ആക്ച്വലി ആ ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് ആ സർവീസ്, അത് ആക്ച്വലി നമ്മൾ അനുഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം അല്ലേ? ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പൈസ കൊടുക്കും, എന്നിട്ട് സാധനം വാങ്ങും.
അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇൻകം റീച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ മാറ്റർ അല്ല. GST എന്ന് പറയുന്ന ടാക്സ്, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ഗുഡ്സിന്റെ മേളിലും സർവീസിന്റെ മേളിലും വരുന്ന ഒരു ടാക്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സിന്റെ മേളിലോ സർവീസിന്റെ മേളിലോ വരുന്ന ഒരു ടാക്സ് ആണ്, അല്ലാതെ ഇൻകത്തിന്റെ മേളിൽ വരുന്ന ടാക്സ് അല്ല. ഈ ഗുഡ്സോ സർവീസസോ ടാക്സ് പേയറുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യാൻ വേണം. These are taxes which the taxpayer pays indirectly. Indirectly taxpayer pay ചെയ്യുന്ന ടാക്സ് ആണ് എന്ത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. While purchasing goods and commodities, paying for services etc. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർവീസ് ആയിക്കോട്ടെ ഗുഡ്സ് ആയിക്കോട്ടെ അതിൻ്റെ മേളിൽ നമുക്ക് എന്ത് വരും? GST വരും. GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴുണ്ടോ, ഇതൊക്കെ റിവോക്കായി പോയില്ലേ, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കും കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കും. എക്സൈസ് ഡ്യൂട്ടി ഇപ്പോൾ ഉണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കും. ബേസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയില്ലേ? എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്താ നോക്കാൻ പോകണം അറിയോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിൽ ഡിഫറൻസ് എന്താണ്? കഴിഞ്ഞ CMAയുടെ എക്സാമിന് 7 മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. 7 മാർക്സിന് വന്നൊരു essay ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്? സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാനതാണ് പറഞ്ഞത്, IDT എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് ഭയങ്കര സ്കോറിംഗ് ആണ് എന്നുള്ളത്. ഓക്കെ, സോ എന്താണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിൽ ഡിഫറൻസ് നോക്കി. ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട് ഫോൾ ഓൺ ദ സെയിം പേഴ്സൺ. ഡയറക്റ്റ് ടാക്സിൽ പറയാണ്, ഇതിൻ്റെ ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റത്തിൻ്റെ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഫോൾ ഓൺ സെയിം പേഴ്സൺ. ഒരേ വ്യക്തിയുടെ തലയിലാണ് ഇൻസിഡൻസും ഇമ്പാക്റ്റും വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമൽ എന്ന് പറയുന്ന വ്യക്തി ഇൻഫോസിസ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ ജോബിന് കയറി. ഇൻഫോസിസ് അമലിന് എന്ത് ചെയ്യും? സാലറി പേ ചെയ്യും. ഈ സാലറി ഏൺ ചെയ്യുന്നത് ആരാണ്? അമലാണ്. ഉറപ്പാണ്, ഏൺ ചെയ്യുന്നത് അമലാണ്. ഈ സാലറിയുടെ മേളിലുള്ള ടാക്സ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതും ആര് തന്നെയാണ്? അമൽ തന്നെയാണ്. അപ്പം ഇൻസിഡൻസും അതേപോലെ ഇമ്പാക്റ്റും ഫോൾ ഓൺ അമൽ, സെയിം പേഴ്സൺ. അപ്പം അമൽ എന്ത് ചെയ്യുന്നു? സാലറി ഏൺ ചെയ്യുന്നു, അതിൻ്റെ ഇമ്പാക്റ്റാണ് ടാക്സ് കൊടുക്കുക എന്നുള്ളത്. ഇത് രണ്ടും ആരുടെ തലയിൽ തന്നെയാണ് വരുന്നത്? അമലിൻ്റെ കയ്യിൽ തന്നെയാണ്. വിച്ച് മീൻസ് സെയിം പേഴ്സൻ്റെ തലയിൽ തന്നെ ഇൻസിഡൻസും ഇമ്പാക്റ്റും വരുന്നു. വേറെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതേ അമൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CMA പഠിക്കാൻ പോയ സമയത്തോ എന്താ സംഭവിച്ചേ? അമൽ 59,000 രൂപ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു അല്ലേ? 59,000 രൂപ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നും 9,000 രൂപ ഗവൺമെന്റിലേക്ക് കൊടുത്തു. ഇൻസിഡൻസും ഇമ്പാക്റ്റും സെയിം പേഴ്സൺ ആണോ? അമൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ഓക്കെ, ഇൻസിഡൻസ് മനസ്സിലായി. വാട്ട് ഈസ് ദ ഇമ്പാക്ട്? ടാക്സ് അടക്കുക എന്നുള്ളത് അമലാണോ ചെയ്തത്? അല്ല. ഇമ്പാക്ട് GST ഗവൺമെന്റിലേക്ക് പേ ചെയ്തത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2 ഡിഫറെൻറ്റ് പേഴ്സൺസിലേക്കാണ് പോയത്. ഇൻസിഡൻസും ഇമ്പാക്റ്റും 2 ഡിഫറെൻറ്റ് പേഴ്സൺസിലേക്കാണ് വന്നത്. അതാണ് പറഞ്ഞത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ നിങ്ങൾ ക്യാച്ച് ചെയ്യണം. ഇൻസിഡൻസും ഇമ്പാക്റ്റും സെയിം പേഴ്സന്റെ കയ്യിലേക്ക് ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ വരുമ്പോൾ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഡിഫറെൻറ്റ് പേഴ്സന്റെ തലയിലേക്ക് വരികയാണ് ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സിലെ. ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് ചോദിക്കുകയാണ്, അസസി ഹിംസെൽഫ് ബെയർ സച്ച് ടാക്സസ് ദസ് ഇറ്റ് പിഞ്ചസ് ദ ടാക്സ് പെയർ, വിച്ച് മീൻസ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എന്തായാലും നമ്മൾ ജോബ് ചെയ്ത് നമ്മൾ ഏൺ ചെയ്യുന്ന എമൗണ്ടിൻ്റെ മേളിൽ നമ്മൾ പേ ചെയ്യുകയാണ് ടാക്സ് അല്ലേ? ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? സാലറി ഏൺ ചെയ്യുന്നു. ഈ സാലറിയുടെ ഒരു പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നു. ഇതൊരു സുഖമുള്ളൊരു ഏർപ്പാടാണോ? അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഇതിൻ്റെ മേളിലുള്ള ടാക്സ് ഗവൺമെൻറ്റിന് വെറുതെ കൊടുക്കുകയാണ്. അഫ്കോഴ്സ് നമ്മുടെ തലയിൽ എന്താണ് ഓടൂലേ, എന്തിനാണിത് ചെയ്യുന്നത്? പക്ഷേ ഇത് മാൻഡേറ്ററി ആണ്. നമ്മൾ ഓൾറെഡി ടാക്സ് എന്താണെന്നുള്ളത് പഠിച്ചു അല്ലേ? കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇറ്റ് പിഞ്ചസ് ദ ടാക്സ് പെയർ. ടാക്സ് പെയർക്കൊരു നോവ് എന്തായാലും ഉണ്ടാവില്ലേ? ടാക്സ് പെയർ ആലോചിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പൈസ കൊടുക്കുന്നത്? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എന്താണ് ഏൺ ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് വെറുതെ ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അഫ്കോഴ്സ് ഇറ്റ് പിഞ്ചസ് ദ ടാക്സ് പെയർ. ടാക്സ് പെയർക്കൊരു നോവ് ഉറപ്പായിട്ടും ഉണ്ടാവും. എന്തുകൊണ്ടാണ്?
അസസി ഹിംസെൽഫ് ബെയർസ് സച്ച് ടാക്സസ്. അസസി ഏൺ ചെയ്യുന്ന എമൗണ്ടിൻ്റെ മേളിലുള്ള ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് അസസി തന്നെയാണ്. സോ അസസിക്ക് ഒരു നഷ്ടം ഉറപ്പായിട്ടും റവന്യൂ നഷ്ടം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഡയറക്റ്റ് ടാക്സ് പറയാണ് ഇറ്റ് പിഞ്ചസ് ദ ടാക്സ് പെയർ. വേറെ ഇൻഡയറക്റ്റ് ടാക്സ് എന്താ അറിയോ? വായിച്ചു നോക്കിയേ. ടാക്സ് ഈസ് റിക്കവേർഡ് ഫ്രം ദ അസസി. അത് കൊള്ളാലോ. ടാക്സ് ഈസ് റിക്കവേർഡ് ഫ്രം ദ അസസി. അസസിയുടെ കയ്യിൽ നിന്നും ടാക്സ് റിക്കവർ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് സിസ്റ്റം? ഹൂ പാസസ് സച്ച് ബേർഡൻ ടു എനദർ പേഴ്സൺ. ബേർഡൻ മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ടോ? ദസ് ഇറ്റ് ഡസ് നോട്ട് പിഞ്ച് ദ ടാക്സ് പെയർ. ടാക്സ് പെയർ എന്താണ്? ടാക്സ് പെയർക്ക് ഒരു നോവ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. ഇതൊക്കെ എന്താണ് സിസ്റ്റം? വെയിറ്റ് ഈ പോയിന്റ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. റെഫർ ITC കോൺസെപ്റ്റ് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. എന്താണ് ITC, എന്താണ് ITCയുടെ കോൺസെപ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയൂട്ടാ. ഈ പോയിന്റ് കറൻ്റ്ലി നിങ്ങൾ വായിക്കേണ്ട, മനസ്സിലാവില്ല. മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്താണ് ഈ പോയിന്റ് ഉദ്ദേശിച്ചത്, എവിടെ നിന്നാണ് ടാക്സ് റിക്കവർ ആവുന്നത്, ബേർഡൻ എങ്ങനെയാണ് ഷിഫ്റ്റ് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് കോൺസെപ്റ്റ് ഈസ് സിംപ്ലി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ITC എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, റെഫർ ITC കോൺസെപ്റ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ലെവീഡ് ഓൺ ഇൻകം. ഇൻകം ടാക്സ് ഈസ് ലെവീഡ് ഓൺ ഇൻകം. ഓക്കെ, കുഴപ്പമില്ല. വേറെ GSTയോ ലെവീഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. GST ലെവി ചെയ്യുന്നത് എന്തിൻ്റെ മേളിലാണ്? ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മേളിലാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഇനി ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയാണ് ഇൻകം ടാക്സ് ഈസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ. അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു. ഇനി GSTയുടെ എക്സാമ്പിളോ നോക്കിയേ, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളോ നോക്കി. GST, കസ്റ്റംസ് എക്സെട്ര. മനസ്സിലാക്കുക, നമ്മുടെ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 2017-ലാണ്. ഓക്കെ, 2017 മുന്നേയും ഇൻഡയറക്റ്റ് ടാക്സുകളുണ്ട്. GST ഇല്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നിങ്ങളിപ്പോൾ പഠിക്കുന്ന GST എന്ന് പറയുന്നത് 2017 വന്നൊരു നിയമമാണ്. അതിന് മുന്നേയും ഇൻഡയറക്റ്റ് ടാക്സുകളുണ്ട്. ഏകദേശം 10-29ഓളം ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ടാക്സ് സിസ്റ്റം 2017 നമ്മുടെ നരേന്ദ്രമോദിജി അല്ലേ കൊണ്ടുവന്നതാണ് GST എന്ന് പറയുന്നത്. ഈ GST ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ പറയാം. അപ്പോൾ അതിന് നമ്മൾ കോർ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് GST ആണ് ആൻഡ് കസ്റ്റംസ് ആണ്. സോ എക്സാമ്പിൾസ് ആർ GST, കസ്റ്റംസ്, സോ ഓൺ. ഒട്ടനവധി ഇൻഡയറക്റ്റ് ടാക്സുകളുണ്ട്. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു എക്സാമ്പിൾ വായിച്ചു നോക്കി. പ്രോഗ്രസീവ് ഇൻ നാച്ചുർ. വാട്ട് ഈസ് പ്രോഗ്രസീവ് ഇൻ നാച്ചുർ? വായിച്ചേ. higher tax are levied on person earning higher income and vice versa. What do you think? Say for example, നമ്മുടെ മുകേഷ് അംബാനി. ഓക്കെ, ഈ മുകേഷ് അംബാനി ഏൺ ചെയ്യുന്ന ഇൻകം ആണോ ഞാൻ ഏൺ ചെയ്യുന്നത്? ഞാൻ ഏൺ ചെയ്യുന്ന ഇൻകം ആണോ നിങ്ങൾ ഏൺ ചെയ്യുന്നത്? ഇൻകം ഏൺ ചെയ്യുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് അല്ലേ? ഇൻകം ഏൺ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ടാക്സും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? മുകേഷ് അംബാനി സേ ഫോർ എക്സാമ്പിൾ 100 കോടി ഏൺ ചെയ്യുന്നുണ്ട്. മുകേഷ് അംബാനി ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് 100 കോടിയുടെ മേളിൽ. ഇൻകം ടാക്സ് ഓൺ 100 കോടി പേ ചെയ്യുന്നില്ലേ? ടാക്സ് ഓൺ 100 crore. വേറെ ഞാൻ ഏൺ ചെയ്യുന്നത് 1 lakh rupees ആണെന്നുണ്ടെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കുന്നത് ഈ 1 lakhന്റെ മേളിലല്ലേ? യെസ് ഓർ നോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് എൻ്റെ ടാക്സും കൂടില്ലേ? ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് എൻ്റെ ടാക്സും കൂടില്ലേ? മുകേഷ് അംബാനിയുടെ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് മുകേഷ് അംബാനിയുടെ ടാക്സ് കൂടില്ലേ? അതേപോലെ ഇൻകം കുറയുന്നതിനനുസരിച്ചിട്ട് ടാക്സും കുറയില്ലേ? ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ഹയർ ടാക്സ് ആർ ലെവിഡ് ഓൺ പേഴ്സൺ ഏർണിംഗ് ഹയർ ഇൻകം. ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ഹയർ ടാക്സ് ആയിരിക്കും, വിച്ച് മീൻസ് ടാക്സും കൂടും. അതിനെയാണ് പ്രോഗ്രസീവ് ഇൻ നാച്ചർ എന്ന് വിളിക്കുക. ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ടാക്സും കൂടുന്ന സിസ്റ്റത്തിനെയാണ് പ്രോഗ്രസീവ് ഇൻ നാച്ചർ എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ഇൻകം കുറയുമ്പം ടാക്സും കുറയും. അതാണ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞത്. ഇൻകം കുറയുമ്പോൾ എന്തുവാകും? ടാക്സും കുറയും. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ടാക്സും കൂടും, ഇൻകം കുറയുമ്പോൾ ടാക്സും കുറയും. ഇൻകം ടാക്സിൻ്റെ കേസിൽ അതാണ് സിസ്റ്റം. പക്ഷേങ്കിൽ നിങ്ങൾ നേരെ മറിച്ചിട്ട് GSTയിലേക്ക് ഒന്ന് വന്നു നോക്കിയേ. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്ക് വാങ്ങുന്നു. ഒരു 50 രൂപയുടെ നോട്ട്ബുക്കാണെന്ന് വിചാരിക്കും. ഇതേ 50 രൂപയുടെ നോട്ട്ബുക്ക് നമ്മുടെ മുകേഷ് അംബാനി വന്നിട്ട് വാങ്ങിയാലും കൊടുക്കുന്ന എമൗണ്ടും കൊടുക്കുന്ന ടാക്സും സെയിം അല്ലേ?
ഇൻകം കൂടുമ്പോൾ ടാക്സ് കൂടുന്നുണ്ട്. മുകേഷ് അംബാനിക്ക് 100 കോടി വരുമാനമുണ്ട്, എനിക്ക് 1 ലക്ഷം രൂപയെ വരുമാനമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകേഷ് അംബാനി ഈ 50 രൂപയുടെ നോട്ട്ബുക്ക് വാങ്ങുന്ന സമയത്ത് എന്താണ് 1000 രൂപ ടാക്സ് കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. 10 രൂപയായിരിക്കും, മേ ബി 10 ഉണ്ടാവില്ല, ഒരു 5 രൂപയ്ക്കാണ് ടാക്സ് എന്നുണ്ടെങ്കിൽ എന്താണ് 50 രൂപയുടെ മേളിൽ 5 രൂപയെ മുകേഷ് അംബാനിയും കൊടുക്കുള്ളൂ, ഞാനും കൊടുക്കുള്ളൂ. വിച്ച് മീൻസ് റിഗ്രസീവ് ഇൻ നേച്ചർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടുമ്പം എന്ത് കൂടില്ല? ടാക്സ് കൂടില്ല. ആ സിസ്റ്റം ഇവിടെ ഇല്ല, ഇൻഡയറക്റ്റ് ടാക്സിലില്ല. ഓൾ പേഴ്സൺസ് വിൽ ബെയർ ഈക്വൽ റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ് കൺസ്യൂംഡ് ബൈ ദം ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എബിലിറ്റി. നിങ്ങളുടെ എബിലിറ്റി നമ്മൾ നോക്കുന്നേ ഇല്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് നമുക്ക് അറിയേ വേണ്ട. നിങ്ങൾ ഇൻഡയറക്റ്റ് ടാക്സിൽ ഒരു സാധനം നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ വരുന്ന GST എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റിഗ്രസീവ് നേച്ചറാണ്. ഇൻകം കൂടുമ്പോൾ ടാക്സ് കൂടുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഇല്ല. അതുപോലെ ഇൻകം കുറയുമ്പോൾ ടാക്സ് കുറയുക എന്നുള്ളൊരു സിസ്റ്റവും ഇല്ല. നിങ്ങൾ വാങ്ങുന്ന സാധനത്തിൻ്റെ മേളിലുള്ള എമൗണ്ട് ഈക്വൽ ആയിരിക്കും ഫോർ എവരി വൺ. അതാണ് ആ ഒരു പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കി, യൂസ്ഫുൾ ടൂൾ ടു പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ ബൈ ചെക്കിംഗ് ദ കൺസംഷൻ ഓഫ് ഹാംഫുൾ ഗുഡ്സ് ഓർ സിൻ ഗുഡ്സ് ത്രൂ ഹയർ റേറ്റ് ഓഫ് ടാക്സ്. ഇപ്പം ന്യൂലി നമ്മുടെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു അനൗൺസ്മെൻ്റ് ആണ് GST 2.0 എന്ന് പറയുന്ന ഒരു പുതിയൊരു GST നിയമം, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പം അതിൽ വളരെ സ്പെസിഫിക്കലി ഹാംഫുൾ ഗുഡ്സിനെ പറ്റിയിട്ടും സിൻ ഗുഡ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് ഈ ഹാംഫുൾ ഗുഡ്സ്, സിൻ ഗുഡ്സ് എന്നൊക്കെ പറയുന്നത്? പാൻ മസാല കേട്ടിട്ടില്ലേ? പാൻ പരാഗ് പോലെയുള്ള നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന ഐറ്റംസ് ഇല്ലേ, ഇതാണ് ഹാംഫുൾ ഗുഡ്സ്. പാൻ പരാഗ് പോലെയുള്ള ഐറ്റംസ്, സിഗരറ്റ്സ് പോലെയുള്ള ഐറ്റംസ്. ഈ ഹാംഫുൾ ഗുഡ്സ് വാങ്ങണം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആരോടും നിങ്ങൾ ഹാംഫുൾ ഗുഡ്സ് വാങ്ങിയിട്ട് നിങ്ങളുടെ ശരീരം മോശമാക്കണം എന്ന് പറയുന്നില്ല. നിങ്ങളോട് വന്നിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ടോ നിങ്ങൾ സിഗരറ്റ് വലിക്കണം? പറയുന്നില്ല. നിങ്ങൾ പാൻ പരാഗ് യൂസ് ചെയ്യണം? പറയുന്നില്ല. പക്ഷെങ്കിൽ ഇത് വിൽക്കുന്നുണ്ടോ? അതുണ്ട്, അത് സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ് പറയാണ് ഇതിൻ്റെ ടാക്സ് റേറ്റ് ഞാൻ ഹയർ ടാക്സ് റേറ്റ് ഇടും. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു, 18% അല്ലെങ്കിൽ ഒരു 40% പറയാം, ഹയർ റേറ്റ് 40% ഞാൻ എന്ത് ചെയ്യുന്നു, ടാക്സ് റേറ്റ് ഇമ്പോസ് ചെയ്യും. മനസ്സിലായില്ലേ? എന്നിട്ട് പറയാണ് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മതി, നിങ്ങളോട് പാൻ പരാഗ് വാങ്ങിയിട്ട് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിക്കോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, 40% ടാക്സ് കൊടുക്കണം. ഹയർ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40%. അതേപോലെ സിൻ ഗുഡ്സ്. വാട്ട് ഈസ് സിൻ ഗുഡ്സ്? ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള കാറുകളില്ലേ, BMW, ബെൻസ് പോലെയുള്ള ലക്ഷൂറിയസ് കാറുകളില്ലേ, ഈ ലക്ഷൂറിയസ് കാറുകൾ ഇപ്പം സിൻ ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലക്ഷൂറിയസ് കാറുകളാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഗെയിൻ എന്ത് ചെയ്യണം, 40% ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ ലക്ഷൂറിയസ് കാർ, ഒരു ലംബോർഗിനി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ലംബോർഗിനി എന്ന് പറയുന്ന ഒരു കാറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഈ ലംബോർഗിനി വാങ്ങാനുള്ള എബിലിറ്റി ഇയാൾക്ക് ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ഫിനാൻഷ്യൽ എബിലിറ്റി ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടാക്സും കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് ഹാംഫുൾ ഗുഡ്സ്, എന്താണ് സിൻ ഗുഡ്സ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹാംഫുൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ശരീരത്തിന് ദോഷം വരുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഹാംഫുൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. സേ ഹാംഫുൾ ഗുഡ്സ് ലൈക്ക് നമ്മുടെ പാൻ പരാഗ് പറയാം, അല്ലെങ്കിൽ സിഗരറ്റ് പറയാം, ഇതൊക്കെ ഹാംഫുൾ ഗുഡ്സ് ആണ്. സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ദാറ്റ് ഈസ് ലക്ഷൂറിയസ് കാറുകൾ പോലെയുള്ള ഐറ്റംസിൽ ഇതൊക്കെയാണ് സിൻ ഗുഡ്സ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 40% എന്ന് പറയുന്ന ഹയർ റേറ്റ് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. യൂസ്ഫുൾ ടൂൾ ടു പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ ബൈ ചെക്കിംഗ് ദ കൺസംഷൻ ഓഫ് ഹാംഫുൾ ഓർ സിൻ ഗുഡ്സ് ത്രൂ ഹയർ റേറ്റ് ഓഫ് ടാക്സ്. അതായത് ടാക്സ് റേറ്റ് കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ റവന്യൂ ഇൻക്രീസ് ആയെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇത് വാങ്ങി ഉപയോഗിക്കുന്നവൻ 40% ടാക്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, ഈ 40% ടാക്സ് റവന്യൂ ഗവൺമെന്റിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ആയില്ലേ, വിച്ച് മീൻസ് ഗവൺമെന്റിന് കിട്ടുന്ന എമൗണ്ട് കൂടിയില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റിന് മാക്സിമം ടാക്സ് കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കണ്ടുപിടിച്ചൊരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ഒരു പഴുതാണെന്ത്, ഹാംഫുൾ ഗുഡ്സിനും സിൻ ഗുഡ്സിനും ഹയർ റേറ്റ് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്യാം. അതാകുമ്പം ഇത് വാങ്ങുന്നവൻ ഈ ടാക്സും കൊടുത്തിട്ട് വാങ്ങിയാൽ മതി. അത് ത്രൂ ഗവൺമെന്റിന്റെ റവന്യൂ കൂട്ടാം.
അതാണ് ഗവൺമെന്റിന്റെ ട്രിക്ക്. അതിന് യൂസ്ഫുൾ ടൂളായിട്ട് പറയാണ് ടു പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ. നമ്മുടെ സോഷ്യൽ വെൽഫെയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പറയാണ് ഹാർംഫുൾ ഗുഡ്സിനും സിൻ ഗുഡ്സിനും ഹയർ റേറ്റ് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്യണം. അങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റവന്യൂ ഇൻക്രീസ് ആവും, റവന്യൂ ഗ്രോത്ത് ഉണ്ടാവും. അത് ത്രൂ നമ്മുടെ സോഷ്യൽ വെൽഫെയറും ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഇംപ്രൂവ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. These are the difference between direct tax and indirect tax. Just pause the video and read it. ഒന്ന് വായിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഡിഫറൻസ് മനസ്സിലായില്ലേ? സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോണത് എന്താ അറിയോ? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട് അല്ലേ? ഈ ഡയറക്റ്റ് ടാക്സ് ആയാലും ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്നുണ്ടെങ്കിലും ലെവി ചെയ്യുന്നത് ആരാണ്? ലെവി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവി മീൻസ് ചുമത്തുക എന്നുള്ള മീനിങ് ആണ്. അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. ലെവി മീൻസ് ചുമത്തുക എന്നുള്ള മീനിങ് ആണ്. അറിയില്ലെങ്കിൽ എഴുതി വെക്കാം. ഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ, അതായത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ വേർഡ് കാണൂട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് ടാക്സ് ആയിക്കോട്ടെ, ലെവി ചെയ്യുന്നത് ചുമത്തുന്നത് ഗവൺമെന്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ ആസ് എ പ്രൊഫഷണൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റില്ല. പകരം നമ്മൾ എന്താ പറഞ്ഞേ? ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞേ. വിച്ച് മീൻസ് നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്കുണ്ട്. നമുക്ക് എന്തുണ്ട്? ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ? നമ്മുടെ ടാക്സ് സിസ്റ്റത്തിനെ മൊത്തം മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം നമ്മുടെ ഗവൺമെൻറ് സെറ്റ് ചെയ്ത് വെച്ചൊരു ടീമുണ്ട്. ഈ ടീം ആക്ച്വലി ഇല്ലേ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഉള്ളത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂയുടെ അണ്ടറിൽ 2 ബോഡികളുണ്ട്. ഈ 2 ബോഡികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ അണ്ടറിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 2 ബോഡികളാണ് CBDT ആൻഡ് CBIC. CBDT ആൻഡ് CBIC. എന്താണ് CBDT? CBDT മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് ഡയറക്റ്റ് ടാക്സ് ആണ്. ദെയർഫോർ ഈ CBDT കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന അഫയേഴ്സ് ഒക്കെ ആരുടെ ആയിരിക്കും? ഡയറക്റ്റ് ടാക്സുകളുടെ അഫയേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് പറഞ്ഞതാണ്. ഇവരുടെ അഫയേഴ്സ് ആണ് ആര് നോക്കുന്നത്? CBDT നോക്കുന്നത്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സേഷൻ നോക്കുന്നത്. വാട്ട് അബൌട്ട് CBIC? CBICയുടെ കേസിൽ പറയാണ് CBIC മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. പേരിൽ തന്നെയുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സും കസ്റ്റംസും നോക്കുന്നത് ആരാണ്? CBIC ആണ്. വിച്ച് മീൻസ് നമ്മുടെ GSTയും കസ്റ്റംസും ഒക്കെ ഡീൽ ചെയ്യുന്ന ആരായിരിക്കും? CBIC ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഈ 2 അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ആണ് നമുക്കുള്ളത്. GSTയിൽ അല്ലെങ്കിൽ GSTയിലല്ല ടാക്സ് സിസ്റ്റത്തിൽ 2 അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ഉണ്ട്. അതായത് ടാക്സുകളെ മൊത്തം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീമുണ്ട്. ഒന്ന് CBDT, മറ്റൊന്ന് CBIC. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പോസ്റ്റ് ദ വീഡിയോ ആൻഡ് റീഡ് ഇറ്റ്. ഓക്കെ, കൂൾ, സെറ്റല്ലേ? സോ നമ്മൾ നമ്മുടെ GSTയുടെ അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോണതില്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. പേര് കേട്ടിട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന കേട്ടിട്ടില്ലേ? ഇന്ത്യൻ ഭരണഘടന എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിനെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കാര്യം പറയണം. എന്താണ് ഭരണഘടന അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സേ ഞാനില്ലേ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ജസ്റ്റ് ഇമാജിൻ. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? അയാളെ കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പം തന്നെ ഒരു ഇഷ്ടിക എടുത്തിട്ട് തലക്കടിച്ചു. വെറുതെ സൈക്കോ മൈൻഡ് ഓണായി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്ട് വിൽ ഹാപ്പൺ? നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിക്കുക? തലപൊട്ടി ചോര വന്നു. സ്വാഭാവികമായിട്ടും ആളെന്ത് ചെയ്യും? പോയിട്ട് പോലീസിൽ കേസ് കൊടുക്കും. പോലീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസുകാർ കേസ് എടുത്ത് ആ വ്യക്തിയുടെ തലക്കടിച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും.
ഇതാണല്ലോ സംഭവിക്കുക. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതും ടാക്സുമായിട്ട് എന്താണ് ബന്ധം? ഇതും ടാക്സുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ തലക്കടിച്ചപ്പോൾ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിൽ ഒരാൾ മറ്റൊരാളുടെ തലക്കടിച്ചാൽ അറസ്റ്റ് ചെയ്യണം എന്നൊരു നിയമമുണ്ടോ? ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. എന്താ അറിയോ? ഇന്ത്യൻ ഭരണഘടനയിൽ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, ആക്രമിച്ചു കഴിഞ്ഞാൽ അത് കുറ്റമാണ്, യു വിൽ പണിഷ് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന നിയമമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന നിയമം. പോയിന്റ് എന്താ? ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞ നിയമമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന നിയമം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൊരു ടാക്സ് കളക്ട് ചെയ്യണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടാവണ്ടേ? അല്ലാതെ ഇന്ത്യയിൽ തോന്നിയതുപോലെ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ ഭരണഘടനയിൽ ടാക്സ് എന്ന് പറയുന്ന ഒരു വേർഡേ മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സുകൾക്ക് വല്ല കൺട്രോളും ഉണ്ടാവുമോ? തോന്നിയതുപോലെ കളക്ട് ചെയ്യില്ലേ? അതുകൊണ്ട് ഏതൊക്കെ ടാക്സുകൾ ആരൊക്കെ കളക്ട് ചെയ്യണം എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ലെവലിൽ മനസ്സിലാക്കുക. ഇനി ഈ ടാക്സ് നിങ്ങൾ ലെവി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞത് പ്രകാരം അല്ലെങ്കിലോ? ദാറ്റ് ഈസ് കോൾഡ് ഇല്ലീഗൽ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ഭരണഘടന ഈസ് സുപ്രീം ലോ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഒരു നിയമമാണ്, ലോ ആണ്. എനി ടാക്സ് ലോ, അത് ഏത് ടാക്സ് ലോ ആയിക്കോട്ടെ, നമ്മൾ GST എന്ന് മാത്രം പറയുന്നില്ല, വാട്ട് എവർ ദ ടാക്സ് ലോ ഈസ് വിച്ച് ഈസ് നോട്ട് ഇൻ കൺഫോമിറ്റി വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കൺഫോമിറ്റിയുടെ അണ്ടറിൽ വരുന്നില്ല എന്നാണെങ്കിൽ, വിച്ച് ഈസ് നോട്ട് ഇൻ കൺഫോമിറ്റി വിത്ത് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അണ്ടറിൽ വരാത്തൊരു ടാക്സ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അൾട്രാ വയസ്. വാട്ട് ഈസ് അൾട്രാ വയസ്? അൾട്രാ വയസ് മീൻസ് ബിയോണ്ട് ദ പവർ. ബിയോണ്ട് ദ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മേളിൽ, പവർ മീൻസ് നിയമം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിയമത്തിൻ്റെ ബിയോണ്ട്, നിയമത്തിൻ്റെ മേളിൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇല്ലീഗൽ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ലോ എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അവിടെ നിങ്ങളൊരു വേർഡ് കണ്ടിട്ടുണ്ടാവും, വോയിഡ്. വോയിഡ് മീൻസ് എന്താ? നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നുള്ളതാണ് വോയിഡ് കൊണ്ട് നിങ്ങൾ അവിടെ പഠിച്ച, ലോയിൽ പഠിച്ചേ. സെയിം മീനിങ്, ഒറ്റ വേർഡിൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എനി ടാക്സ് ലോ, ഏതെങ്കിലും ഒരു ടാക്സ് ലോ, അത് വിച്ച് ഈസ് നോട്ട് കൺഫോമിറ്റി വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കൺഫോമിറ്റിയുടെ അണ്ടറിൽ വരുന്നതല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞത് പ്രകാരമല്ല ഒരു ടാക്സ് ലോ നിങ്ങൾ കളക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് അൾട്രാ വയേഴ്സ്, ഇല്ലീഗൽ, വോയിഡ്. എല്ലാം സൗണ്ട്സ് ലൈക്ക് ഇല്ലീഗൽ എന്നുള്ള മീനിങ് തന്നെയാണ്. ഒറ്റ വേർഡിൽ പറഞ്ഞ ഇൻസം ഇത്രയേ ഉള്ളൂ. ഒരു ടാക്സ് ലോ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞത് പ്രകാരം അല്ലാതെ നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയിൽ പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയിൽ പറയാണ്, നിങ്ങൾ ഇന്ത്യയിലൊരു ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടാവണം. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ടാക്സുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യയിൽ കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചോദ്യം, ടാക്സുകളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ ടാക്സുകളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടോ? ആൻസർ ഈസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലില്ലേ ടാക്സുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഈ ആർട്ടിക്കിളിൻ്റെ പേരാണ് ആർട്ടിക്കിൾ 246. റീഡ് വിത്ത് ഷെഡ്യൂൾ 7 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതൊക്കെ വിട്ടേക്ക്. ആർട്ടിക്കിൾ 246 മനസ്സിലാക്കി വെക്കാം. ആർട്ടിക്കിൾ 246 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിൽ ക്ലിയർ കട്ടായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടാക്സ് ആരൊക്കെ കളക്ട് ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 246 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ്, എന്താണ് ഈ ആർട്ടിക്കിൾ? ഇതിനെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിലില്ല. ജസ്റ്റ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാം അതൊരു ബുക്കാണ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഈ കോടതിയിലൊക്കെ ഇല്ലേ, നമ്മൾ ഫിലിമിലൊക്കെ കാണാറില്ലേ, കോടതിയിലൊക്കെ ഞാൻ ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കില്ലേ ഒരു ബുക്കിൻ്റെ മേളിൽ. ദാറ്റ് ഈസ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമങ്ങളെ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതില്ലേ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണുള്ളത്? നിയമങ്ങളാണ്, നിയമപുസ്തകമാണല്ലോ. ഈ നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ആർട്ടിക്കിൾസിലായിട്ടാണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ളതുപോലെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ബുക്കിൽ ഒരുപാട് ആർട്ടിക്കിൾ ഉണ്ട്.
ഓരോ ആർട്ടിക്കിൾ നമ്പറിൻ്റെ ഉള്ളിലും ഓരോരോ നിയമങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആർട്ടിക്കിൾ 246 246 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമ്പർ അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ അകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലെ സെക്ഷൻസ് ആയിട്ടും സബ്സെക്ഷൻസ് ആയിട്ടും ഒക്കെ തിരിച്ചിട്ട് അതൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിക്കിൾ 246ൻ്റെ അകത്തില്ലേ 3 ലിസ്റ്റുകളുണ്ട്. എന്തുണ്ട്? 3 ലിസ്റ്റുകളുണ്ട്. ഈ 3 ലിസ്റ്റുകൾ ഏതൊക്കെയാ? ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3. സിമ്പിൾ അല്ലേ? ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3. എന്താണ് ലിസ്റ്റ് 1? ലിസ്റ്റ് 1 മീൻസ് യൂണിയൻ ലിസ്റ്റ്. ലിസ്റ്റ് 1 മീൻസ് വാട്ട്? യൂണിയൻ ലിസ്റ്റ്. വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ GST നിയമം നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ GST ലോ നിങ്ങൾ മുന്നോട്ട് പഠിച്ചു വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ യൂണിയൻ എന്ന് കാണും. യൂണിയൻ മീൻസ് ഇംഗ്ലീഷിൽ നമ്മുടെ യൂണിയൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കൂട്ടായ്മ അല്ലേ? യൂണിയൻ മീൻസ് ഒരു കൂട്ടായ്മയാണ്. സ്റ്റുഡൻസ് യൂണിയൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബട്ട് ഇൻ GST യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മ എന്നുള്ള മീനിങ് അല്ല. യൂണിയൻ മീൻസ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരുടെ ലിസ്റ്റ് ആയിരിക്കും? അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് ആയിരിക്കും. മനസ്സിലാക്കണേ, യൂണിയൻ മീൻസ് വാട്ട്? സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള മീനിങ് ആണ് യൂണിയൻ ഉള്ളത്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് ആയിരിക്കും. ഇനി ലിസ്റ്റ് 2 ആണ് പറയുന്നത്. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന ഒരു ലിസ്റ്റാണ് എന്നുള്ളതാണല്ലോ നമുക്ക് ബേസ് ലെവലിൽ മനസ്സിലാവുന്നത്. ബാക്കി എന്താണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പം നോക്കുന്നില്ല. ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ നോക്കിയിട്ടില്ല. ബേസ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ പിന്നെ അവിടെ പവറൊക്കെ ആർക്കായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കണം അല്ലേ? ഇനി ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ പിന്നെ അവിടെ പവറും കാര്യങ്ങളൊക്കെ ആർക്കായിരിക്കും? സ്റ്റേറ്റ് ലിസ്റ്റിനായിരിക്കണം അല്ലേ? ഇനി തേർഡ് ലിസ്റ്റ് എന്താ? ലിസ്റ്റ് നമ്പർ 3, ദാറ്റ് ഈസ് കൺകറന്റ് ലിസ്റ്റ്. എന്താണ്? കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിസ്റ്റ് 1 എന്ന് പറയുന്നത് യൂണിയൻ ആണ്. യൂണിയൻ ലിസ്റ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റാണ്. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റ് 3 എന്ന് പറയുന്നതോ നമുക്ക് സെൻട്രലും സ്റ്റേറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിസ്റ്റ് 3യിൽ എന്തായിരിക്കും? ലിസ്റ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് രണ്ട് പേർക്കും കൂടിയുള്ള ഒരു ലിസ്റ്റാണ് ലിസ്റ്റ് 3. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഹാവ് ഈക്വൽ പവർ. രണ്ടു പേർക്കും ഒരേപോലെ പവർ ഉള്ളതാണ് എന്ത്? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ലിസ്റ്റ് 1 അതായത് യൂണിയൻ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ് ലോൺ ക്യാൻ മേക്ക് ലോസ് വിച്ച് ഹാസ് നാഷണൽ ഇമ്പോർട്ടൻസ്. സെൻട്രൽ ഗവൺമെൻറ്റിന് ഇവിടെ എന്തുണ്ട്? നിയമം ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്. ആർക്കേ പവർ ഉള്ളൂ? സെൻട്രൽ ഗവൺമെൻറ്റിനെ പവർ ഉള്ളൂ. എലോൺ ക്യാൻ മേക്ക്, അവർക്ക് മാത്രമേ പവർ ഉള്ളൂ. എന്തിനുള്ള പവറാ? മേക്ക് ലോസ് വിച്ച് ഹാസ് നാഷണൽ ഇമ്പോർട്ടൻസ്. അതായത് ഇന്ത്യ മുഴുവൻ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങൾ ആരുണ്ടാക്കും? ഇവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കും. സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് എലോൺ ക്യാൻ മേക്ക് ലോസ്. ഇനി എന്താ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ് ഗവൺമെൻറ് എലോൺ ക്യാൻ മേക്ക് ലോസ് വിച്ച് ഹാസ് ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് ഇമ്പോർട്ടൻസ്. അതായത് പർട്ടിക്കുലർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമം ആ പർട്ടിക്കുലർ സ്റ്റേറ്റിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കേരള സ്റ്റേറ്റിൽ ഉള്ളൊരു നിയമമാണെന്ത്? പ്രൈവറ്റ് ബസ്സുകൾക്ക് കളർ കോഡ് ഇല്ലേ? എന്താണ്? TT, ടൗൺ ടു ടൗൺ ആണെന്നുണ്ടെങ്കിൽ റോസ് കളർ അടിക്കണം. നമ്മുടെ ഒരു നാട്ടും പുറത്തുനിന്ന് കറങ്ങി കളിക്കുന്നതാണെങ്കിൽ പച്ച കളർ അടിക്കണം, നീല കളർ അടിക്കണം. ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ വെള്ള കളർ അടിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള നിയമങ്ങളില്ലേ? ഈ നിയമങ്ങൾ കേരളത്തിന് മാത്രമുള്ള നിയമങ്ങളാണ്. വിച്ച് ഈസ് സ്റ്റേറ്റ് ഓർ ലോക്കൽ ഇമ്പോർട്ടൻസ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമമാണ്. ഇനി എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് അലോൺ ക്യാൻ മേക്ക് ലോസ് വിച്ച് ഹാസ് നാഷണൽ ഇമ്പോർട്ടൻസ്. വിച്ച് മീൻസ് എന്താ? സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമമില്ലേ? പണ്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ ആയിട്ടുള്ള നിയമമാണത് സിറ്റിസൺഷിപ്പ് ബില്ല്. ഓർമ്മയില്ലേ? ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കിയ സാധനമില്ലേ? അതിനുശേഷം അഗ്രികൾച്ചറൽ ബില്ല് വന്നിട്ടുണ്ട്. പിന്നീട് വിഡ്രോ ചെയ്തൊരു ബില്ലായിരുന്നു അഗ്രികൾച്ചറൽ ബില്ല്. മീൻസ് ഒരു നിയമമായിട്ട് വന്നതാണ്. എല്ലാം പോട്ടെ, നമ്മൾ പഠിക്കുന്ന GST സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമമല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? നാഷണൽ ഇമ്പോർട്ടൻസ്. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഇനി വാട്ട് ഈസ് കൺകറന്റ് ലിസ്റ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഹാസ് പവർ ടു ഫ്രെയിം ലോസ് വിച്ച് ഈസ് സബ്ജക്ട് ടു കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ പവർ ഉണ്ട് ഇവിടെ കൺകറന്റ് ലിസ്റ്റിൽ. അപ്പം നിങ്ങൾ ഈ 3 ലിസ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ.
ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. സെൻട്രൽ ഗവൺമെന്റിനാണ് അവിടെ പവർ എന്നുള്ളതും നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് 1 മെൻഷൻ ചെയ്തിട്ടുള്ള ടാക്സുകളില്ലേ, ലിസ്റ്റ് 1 മെൻഷൻ ചെയ്തിട്ടുള്ള ടാക്സുകളില്ലേ, ഈ ടാക്സുകൾ മുഴുവനും കളക്ട് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും. ഐഡിയ കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? സെൻട്രൽ ഗവൺമെന്റിന്റെ ലിസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മുഴുവൻ ടാക്സുകളും, ഒരുപാട് ടാക്സുകൾ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടാക്സുകളൊക്കെ കളക്ട് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് ലിസ്റ്റില്ലേ, സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ടാക്സുകളില്ലേ, ഈ ടാക്സുകൾ മുഴുവൻ കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ഇനി വാട്ട് അബൌട്ട് ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടാക്സുകളൊക്കെ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ആരായിരിക്കണം? ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കണം എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ബട്ട് ലിസൺ കെയർഫുള്ളി. ആസ് ഓഫ് നൗ, നിലവിലും ഇന്നും കൺകറന്റ് ലിസ്റ്റിൽ നത്തിങ് ഈസ് മെൻഷൻഡ്. അതായത് കൺകറന്റ് ലിസ്റ്റിൽ ഒരു ടാക്സുകളെയും മെൻഷൻ ചെയ്തിട്ടില്ല. കൺകറന്റ് ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല? ഒരു ടാക്സുകളെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് യു നോ യു നോ. ഓക്കെ, എന്താണ് അതിൻ്റെ പോയിന്റ് ശ്രദ്ധിച്ചേക്കുക. നിങ്ങളൊരു പർട്ടിക്കുലർ സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ബാഗ് വാങ്ങിയെന്ന് വിചാരിക്കാം. ഈ ബാഗിൻ്റെ ഒരു ബില്ല് നിങ്ങൾക്ക് കിട്ടി. ബാഗിൻ്റെ കോസ്റ്റ് വരുന്നത് 1000 രൂപയാണെന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ ബാഗിൻ്റെ ചാർജായിട്ട് അവർ MRP എന്നും പറഞ്ഞിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നത് 1000 രൂപയാണ്. ഇതിൻ്റെ മേളിൽ CGST SGST ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടാക്സ് എമൗണ്ട് ഉണ്ടാവും. ഒരു 100 രൂപ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിളായിട്ട് 100 രൂപ വെച്ചിട്ട് CGST SGSTയും ചാർജ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ശ്രദ്ധിച്ചിട്ടില്ലേ? കണ്ടിട്ടില്ലേ? എൻ്റെ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. വാട്ട് ഈസ് CGST? വാട്ട് ഈസ് SGST? GST എന്താണെന്നുള്ളത് നമുക്കൊരു ബേസ് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് CGST? CGST means Central Goods and Services Tax. SGST means State Goods and Services Tax. Simply Central GST ആണ് CGST, State GST ആണ് SGST. സെൻട്രൽ GST എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റേറ്റ് GST കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഈ ഒരൊറ്റ ബില്ല് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ 1000 രൂപയുടെ മേളിലുള്ള ടാക്സുകൾ ആരൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്? ബോത്ത് സെൻട്രൽ ഗവൺമെൻറ്റും കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും കളക്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോത്ത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കളക്ട് ചെയ്യുന്ന ലിസ്റ്റല്ലേ ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്? ബോത്ത് സെൻട്രലും സ്റ്റേറ്റും കളക്ട് ചെയ്യുന്ന ലിസ്റ്റല്ലേ ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്? യെസ് ഓർ നോ? അതെ. അങ്ങനെയാണെങ്കിൽ ഈ GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വരേണ്ടതും ഈ കൺകറന്റ് ലിസ്റ്റിലല്ലേ? യെസ് ഓർ നോ? അതെ. ബട്ട് എന്തുകൊണ്ടാണ് സാർ ഇവിടെ പറഞ്ഞത് നത്തിങ് ഈസ് മെൻഷൻഡ് ഹിയർ എന്ന്? ഇൻഫാക്റ്റ് ഇവിടെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണ്. സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സുകളാണ് ലിസ്റ്റ് 1 സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സുകളാണ് ലിസ്റ്റ് 2 കൺകറന്റ് ലിസ്റ്റിലെ ലിസ്റ്റ് 3 വരേണ്ടത് എന്താണ്? ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഒരുമിച്ച് കളക്ട് ചെയ്യുന്ന ടാക്സുകളാണ് ലിസ്റ്റ് 3 വരേണ്ടത്. ദാറ്റ് ഈസ് GST. എക്സാമ്പിൾ GST വരേണ്ടിയിരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലും അവർ GST കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടില്ല. അവർ GST എവിടെ കൊണ്ടുവന്നിട്ടില്ല? കൺകറന്റ് ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ടില്ല. പകരം അവർ പുതിയൊരു ആർട്ടിക്കിൾ ഉണ്ടാക്കി. പകരം എന്ത് ചെയ്തു? ആർട്ടിക്കിൾ 246 ആണ് നമ്മൾ സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 246 3 ലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പം സംസാരിച്ചില്ലേ? ഈ 3 ലിസ്റ്റുകളിലായിട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞില്ലേ? ദാറ്റ് ഈസ് ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഇനി കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാലോ ബോത്ത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണ്. ഈ കാര്യം നമുക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST എന്ന് പറയുന്നത് ബോത്ത് സെൻട്രലും സ്റ്റേറ്റും കളക്ട് ചെയ്യുന്ന ഒരു ടാക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ GST വരേണ്ടത് കൺകറന്റ് ലിസ്റ്റിലല്ലേ? ആൻസർ ഈസ് അതെ. ബട്ട് ഗവൺമെൻറ് ആർട്ടിക്കിൾ 246 അകത്തുള്ള കൺകറന്റ് ലിസ്റ്റിൽ ഈ GST കൊണ്ടുപോയിട്ട് ഇടാതെ പകരം ഇതേ GST ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടാക്കി. ആ ആർട്ടിക്കിളിൻ്റെ പേരാണ് ആർട്ടിക്കിൾ
246 ഇത് തന്നെയാണ് 246 ക്യാപിറ്റൽ ലെറ്റർ എ. ഡിഫറൻസ് ഈസ് ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എ വന്നു എന്ന് മാത്രം, ബാക്കിയൊക്കെ സെയിം. ആർട്ടിക്കിൾ 246A. ആർട്ടിക്കിൾ 246A എന്നിട്ട് പറഞ്ഞു ഇവിടെ നിങ്ങൾ GST കളക്ട് ചെയ്തോ. ദാറ്റ് ഈസ് ബോത്ത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും. പുതിയൊരു ആർട്ടിക്കിൾ തന്നെ കൊണ്ടുവന്നിട്ടാണ് ഇത് പറഞ്ഞത്. ആർട്ടിക്കിളിൻ്റെ പേരാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 246A. ആർട്ടിക്കിൾ 246A. 246A എന്താ പറഞ്ഞത്? GST. ഇതൊക്കെ വിട്ടേക്ക്, ഇതൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്ന സാധനങ്ങളാണ്. GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ ആർട്ടിക്കിൾ 246ഉം 246Aയും മനസ്സിലായോ? സ്വർണോ സെറ്റല്ലേ? ഇനി പറയുന്നത് ആർട്ടിക്കിൾ 265 ആണ്. വാട്ട് ഈസ് ആർട്ടിക്കിൾ 265? നോ ആർബിട്രറി ലെവി ഓഫ് ടാക്സ്. നോ ആർബിട്രറി ലെവി ഓഫ് ടാക്സ് വിച്ച് മീൻസ് ടാക്സ് ടു ബി കളക്റ്റഡ് ബേസ്ഡ് ഓൺ ലോ. ടാക്സ് കളക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ലോ ആയിരിക്കണം, നിയമപരമായിട്ടായിരിക്കണം ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. സിംപ്ലി അത്രയേ ഉള്ളൂ. നിയമപരമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. അതായത് ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ടാക്സ് ബലമായിട്ട് വാങ്ങാനായിട്ട് പറ്റില്ല. നിയമപരമായിട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബലമായിട്ട് വാങ്ങാൻ പറ്റില്ല. നോ ആർബിട്രറി ലെവി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ടു ബി കളക്റ്റഡ് ബേസ്ഡ് ഓൺ ലോ. നിയമപരമായിട്ട് മാത്രം എന്ത് ചെയ്യുക? ടാക്സ് കളക്ട് ചെയ്യാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അണ്ടറിൽ ആർട്ടിക്കിൾസിൽ ടാക്സിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 246, 246A, 265. ഇത്രയും ആർട്ടിക്കിൾസിലായിട്ട് ടാക്സ് എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഓരോ ലിസ്റ്റിലും, അതായത് ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3 എന്തൊക്കെ ടാക്സുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. സിമ്പിളാണ്. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 എന്താ പറഞ്ഞത് നോക്കിയേ. ലിസ്റ്റ് 1 പറയാണ് ടാക്സ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം. ലിസ്റ്റ് 1 കളക്ട് ചെയ്യുന്ന എൻട്രി നമ്പർ 82 പ്രകാരം കളക്ട് ചെയ്യുന്ന, എൻട്രി നമ്പർ ഒന്ന് ബൈ ഹാർട്ട് പഠിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 82 പ്രകാരം കളക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ടാക്സ് ആണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് പവർ? നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പവർ. കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ടാക്സ് ഓൺ ഇൻകം, അതായത് ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്തിട്ട് ഇൻകം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കണം. ഇൻകം ടാക്സ് കൊടുക്കണം. ഈ ഇൻകം ടാക്സ് ആക്ച്വലി കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അത് നിങ്ങൾ എവിടെ നിന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് ആണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 5 രൂപ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകില്ല. കംപ്ലീറ്റ്ലി പോകുന്നത് ആർക്കായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം, അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം ഏത് ലിസ്റ്റിൽ വരുന്നില്ല? യൂണിയൻ ലിസ്റ്റിൽ വരുന്നില്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഇൻകം എവിടെയാണ് വരുന്നത്? അത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണും. ഇൻഫാക്ട് അഗ്രികൾച്ചറൽ ഇൻകം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു ഐറ്റമാണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സ് കളക്ട് ചെയ്യുക. അഗ്രികൾച്ചറൽ ഇൻകം ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ ഇൻകത്തിൻ്റെ മേളിലും വരുന്ന ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ബിക്കോസ്, കാരണം ലിസ്റ്റ് 1 അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ലിസ്റ്റ് 1 മെൻഷൻ ചെയ്ത എല്ലാ ടാക്സും കളക്ട് ചെയ്യുന്ന ആരെയായിരിക്കും? സെൻട്രൽ ആയിരിക്കും. സെക്കൻഡ് ഐറ്റം ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ് ഇൻക്ലൂഡിങ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് എന്നാണ് മീനിങ്. ഡ്യൂട്ടീസ് മീൻസ് ടാക്സ് ഓഫ് കസ്റ്റംസ്. കസ്റ്റംസിൻ്റെ ഡ്യൂട്ടീസ്, കസ്റ്റംസിൻ്റെ ടാക്സ്, കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ഇൻക്ലൂഡിങ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും എന്താണെന്നുള്ളത് നിങ്ങൾ കസ്റ്റംസിൽ പഠിക്കും. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഒരു സാധനം പുറത്തേക്ക് നിങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പോർട്ട് എന്ന് വിളിക്കും. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ട് എന്ന് വിളിക്കും. ഇമ്പോർട്ട് ആയിക്കോട്ടെ എക്സ്പോർട്ട് ആയിക്കോട്ടെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് വരേണ്ടത്. എല്ലാ എക്സ്പോർട്ടിനും കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. നിങ്ങളത് കസ്റ്റംസിൽ പഠിക്കും. എന്താണ് എക്സ്പോർട്ട് ഡ്യൂട്ടി? എല്ലാ എക്സ്പോർട്ടിനൊന്നും വരുന്നുണ്ടാവില്ല. ഇൻ കേസ് എക്സ്പോർട്ട് വരുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി വരും. ഈ കസ്റ്റംസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ പോയിന്റ്. കസ്റ്റംസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്ന ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. ഇനി 84 എന്താ പറയാൻ നോക്കി? ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്. ശ്രദ്ധിക്കാം, ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് മീൻസ് ഇവിടെ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? എക്സൈസ് ഡ്യൂട്ടീനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് എക്സൈസ് ഡ്യൂട്ടി? നമുക്കറിയാം എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ടാക്സ് ആയിരുന്നു, അല്ലെങ്കിൽ ടാക്സ് ആണ്. 2017 മുന്നേ
എന്താണ് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടാക്സാണ് എക്സൈസ് ഡ്യൂട്ടി. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേങ്കിൽ എല്ലാ പ്രൊഡക്റ്റിനൊന്നും ഇല്ല. GST വന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഫ്യൂ ഐറ്റംസിന് എന്തുണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഡ്യൂട്ടി എപ്പോഴാണ് ഇമ്പോസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ പർട്ടിക്കുലർ ടാക്സ് ലെവി ചെയ്യുക. എക്സൈസ് ഡ്യൂട്ടി ആൻസർ ഈസ് എക്സൈസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് മാനുഫാക്ചറിങ് നടക്കുമ്പോഴാണ്. എക്സൈസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് എപ്പോഴാണ്, മാനുഫാക്ചറിങ് നടക്കുമ്പോഴാണ്. അപ്പം ഇന്ത്യയിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടക്കുന്നു, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടക്കുന്ന സമയത്താണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ടാക്സ് കളക്ട് ചെയ്യാം. ഫസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് നിങ്ങൾക്ക് വേണ്ടത്. എക്സൈസ് ഡ്യൂട്ടി എപ്പോഴാണ് കളക്ട് ചെയ്യുക, മാനുഫാക്ചറിങ് നടക്കുമ്പോഴാണ്. ഇനി സെയിൽസ് ടാക്സ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ് 2017 GST വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന മറ്റൊരു ടാക്സ് ആണ് വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് ഓർ സെൻട്രൽ സെയിൽസ് ടാക്സ് അഥവാ CST, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഇതൊക്കെ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ ഞാൻ പറയുന്നത് ഫ്യൂ ഐറ്റംസിനുണ്ട്. ഓക്കെ, മൊത്തത്തിലൊന്നുമില്ല, ഫ്യൂ ഐറ്റംസിന് അഗെയിൻ ഇപ്പോഴും ഈ ടാക്സ് ഉണ്ട്. 2025 ഈ ടാക്സ് ഉണ്ട്. ഓക്കെ, ഫ്യൂ ഐറ്റംസിന്. ഓക്കെ, മനസ്സിലാക്കാം. ഈ CST ആയിക്കോട്ടെ, സെൻട്രൽ സെയിൽസ് ടാക്സ് ആയിക്കോട്ടെ, വാറ്റ് ആയിക്കോട്ടെ, ഈ ടാക്സുകൾ എന്തിൻ്റെ മേളിലാണ് വരുന്നത് അറിയോ? ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴാണ് വരുന്നത്. പേരിൽ തന്നെ ഉണ്ടല്ലേ, സെൻട്രൽ സെയിൽസ് ടാക്സ് ആണ്. സോ വാറ്റ് ആയിക്കോട്ടെ, സെൻട്രൽ സെയിൽസ് ടാക്സ് ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴും എക്സൈസ് ഡ്യൂട്ടി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുമ്പോഴാണ് വരിക. ഇവിടെ ആരുടെ കാര്യം പറയുന്നത്? ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, എക്സൈസ് ഡ്യൂട്ടി എന്ത് ചെയ്യുമ്പോഴാണ് വരിക? അവിടെ നമ്മൾ കുറച്ച് ഐറ്റംസിന്റെ പേര് പറഞ്ഞിട്ട് എക്സൈസ് ഡ്യൂട്ടി ഈ പ്രൊഡക്റ്റിന്റെ മേളിൽ എക്സൈസ് ഡ്യൂട്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ വിച്ച് മീൻസ് മാനുഫാക്ചറിങ് ഓർ സെയിൽസ്. ആൻസർ ഈസ് മാനുഫാക്ചറിങ് അല്ലേ? അപ്പോൾ ഇവിടെ പറയാണ് എക്സൈസ് ഡ്യൂട്ടി ഓൺ ഫോളോയിങ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ്. താഴെ പറയുന്ന ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാവോ പ്രൊഡ്യൂസോ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി വരും. ഈ എക്സൈസ് ഡ്യൂട്ടി കവേർഡ് അണ്ടർ ലിസ്റ്റ് 1. സോ സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുക എന്നുള്ള ഫസ്റ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ മേക്ക് ചെയ്യുക. ഗുഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ്? ഒന്നാമത്തെ ഗുഡ്സ് നോക്കി, പെട്രോളിയം ക്രൂഡ്. ഈ പറയുന്ന മുഴുവൻ ഗുഡ്സും ഇല്ലേ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണേ. ഒന്നാമത്തെ ഗുഡ്സ് പെട്രോളിയം ക്രൂഡ്, ദാറ്റ് ഈസ് ക്രൂഡ് ഓയിൽ ഇല്ലേ, പെട്രോളും ഡീസലും ആക്കുന്ന ക്രൂഡ് ഓയിൽ ഇല്ലേ, ഈ ക്രൂഡ് ഓയിൽ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയാണ് വരിക. ഹൈ സ്പീഡ് ഡീസൽ, രണ്ടാമത്തെ ഗുഡ്സാണ് ഹൈ സ്പീഡ് ഡീസൽ. നമ്മുടെ വണ്ടിയിലൊക്കെ അടിക്കുന്ന ഡീസലില്ലേ, കാറിലൊക്കെ അടിക്കുന്ന ഡീസലില്ലേ, അതാണ് ഹൈ സ്പീഡ് ഡീസൽ. മോട്ടോർ സ്പിരിറ്റ്, മോട്ടോർ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേട്ടിട്ട് ഭയപ്പെടേണ്ട, ദാറ്റ് ഈസ് പെട്രോളിനെയാണ് മോട്ടോർ സ്പിരിറ്റ് എന്ന് വിളിക്കുക. പെട്രോൾ നമ്മുടെ കാറിലും ബൈക്കിലൊക്കെ അടിക്കുന്ന പെട്രോൾ ഇല്ലേ, ഈ പെട്രോളിനെയാണ് മോട്ടോർ സ്പിരിറ്റ് എന്ന് വിളിക്കുക. ഇനി നാച്ചുറൽ ഗ്യാസ് ഇല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ പാചകവാതകം എന്നൊക്കെ പറയുന്ന സാധനമുള്ള LPG എന്താണ്, അതിനെയാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് വിളിക്കുക. ഈ നാച്ചുറൽ ഗ്യാസ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, അതായത് ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഫ്യൂൽ ഇല്ലേ, അതാണ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ. ദെൻ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ്, ആറാമത്തെ ഐറ്റം ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ്. ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സിഗരറ്റിനെയാണ്, സിഗരറ്റ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ മനസ്സിലാക്കാം, ഇത്രയും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴുള്ള കാര്യമാണോ അതോ മാനുഫാക്ചർ ചെയ്യുമ്പോഴുള്ള കാര്യമാണോ ഇവിടെ പറഞ്ഞേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേ ഏതാ? മാനുഫാക്ചറിങ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞേ. ഏത് ടാക്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്? GSTയുടെ കാര്യമാണോ? അല്ല, എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കേണ്ട പോയിന്റ് ഈസ് വെരി വെരി സിമ്പിൾ. നമ്മളിവിടെ പഠിച്ച പെട്രോളിയം ക്രൂഡ് ആയിക്കോട്ടെ, ഹൈ സ്പീഡ് ഡീസൽ ആയിക്കോട്ടെ, മോട്ടോർ സ്പിരിറ്റ് ആയിക്കോട്ടെ, നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ ആയിക്കോട്ടെ, ടൊബാക്കോ ആയിക്കോട്ടെ, മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ GST ഇല്ല, പകരം എക്സൈസ് ഡ്യൂട്ടിയാണ് വരിക. ഈ പ്രൊഡക്റ്റിന് നിലവിൽ GST ഇല്ല, ഈ പ്രൊഡക്റ്റിന് മാത്രം. ഇന്ത്യയിൽ GST ഇല്ലാത്ത പ്രൊഡക്ട്സാണ് നിങ്ങളിപ്പോൾ ഇവിടെ പഠിച്ചത്. എന്തൊക്കെയാ? പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂല്, ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. ഇത്രയും പ്രൊഡക്ട്സിന് നിലവിൽ ഇന്നും ഇന്ത്യയിൽ GST ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടാക്സ് വരും? എക്സൈസ് ഡ്യൂട്ടി വരും.
സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, വാട്ട് ഇഫ് സെയിലാണെങ്കിലോ, സെയിലാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച വാറ്റ് അല്ലെങ്കിൽ സെൻട്രൽ സെയിൽസ് ടാക്സ് ആണ് വരിക. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും. പക്ഷേ ലിസൺ വെരി കെയർഫുള്ളി, ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിലെ ഇവനൊരു പ്രത്യേകതയുണ്ട്. ഈ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കണേ. ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്, ഈ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിലെ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? എക്സൈസ് ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയാണെന്നുള്ള കാര്യം. ഇനി ഇതേ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിലെ നിങ്ങൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാറ്റ് ആണ് അല്ലെങ്കിൽ സെൻട്രൽ സെയിൽസ് ടാക്സ് ആണെന്ന് പറഞ്ഞു. ആൻസർ ഈസ് അല്ല. ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിൻ്റെ കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ബാക്കി ആരുടെ കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സിൻ്റെ കേസിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GSTയും ആണ് വരിക. വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ചെയ്യുന്ന സമയത്ത് GST ആണ് വരിക. ആർക്ക് മാത്രം? ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. ബാക്കിയുള്ള 5 പ്രൊഡക്റ്റില്ലേ, ആരൊക്കെയാ? പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. ഈ 5 ഗുഡ്സിനും മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ചെയ്യുന്ന സമയത്ത് വാറ്റുമാണ്. ബട്ട് ടൊബാക്കോൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ചെയ്യുന്ന സമയത്ത് GSTയും ആണ്. ഇത് നിങ്ങൾ എഴുതി വെക്കണേ, നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് 85 നോക്കിയേ. കോർപ്പറേഷൻ ടാക്സ് അഥവാ കോർപ്പറേറ്റ് ടാക്സ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനൊന്നുമില്ല. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് കളക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സും നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. നിലവിൽ വെൽത്ത് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് തന്നെയില്ല. കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. വെൽത്ത് ടാക്സ് ഒക്കെ മാറിയിട്ട് ഇൻകം ടാക്സ് ആയിട്ടാണ്. ഓക്കെ, ദെൻ ടാക്സ് ഓൺ ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് അതർ ദാൻ ന്യൂസ് പേപ്പർ. അതായത് ഗുഡ്സിൻ്റെ മേളിലുള്ള ടാക്സ് ആണ് പറയണത്. ന്യൂസ് പേപ്പർ ഒഴികെ. ന്യൂസ് പേപ്പറിന് ടാക്സ് ഇല്ല കേട്ടോ, നോ ടാക്സ്. ന്യൂസ് പേപ്പറിന് ടാക്സ് ഇല്ല. ന്യൂസ് പേപ്പർ ഒഴികെയുള്ള ഗുഡ്സ് ഇല്ലേ, അതിൻ്റെ മേളിലുള്ള ടാക്സ് ആണ് പറയുന്നത്. അത് സെയിൽ ചെയ്താലും പർച്ചേസ് ചെയ്താലും ഉള്ള ടാക്സ് ആണ് പറയുന്നത്. ഈ പോയിന്റ് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അതായത് വേർ സച്ച് സെയിൽ ഓർ പർച്ചേസ് ടേക്ക് പ്ലേസ് ഇൻ ദ കോഴ്സ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയും. ഇപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വിട്ടേക്ക്. ടാക്സ് ഓൺ സർവീസ് ടാക്സ് ആണ്. ലീവ് ഇറ്റ്, കാര്യമില്ല. നെക്സ്റ്റ്, അതായത് കാര്യമില്ല എന്ന് പറയാൻ കാരണം സർവീസ് ടാക്സ് ഒക്കെ മാറിയിട്ട് ഇപ്പം GST വന്നു കേട്ടോ. സർവീസ് ടാക്സ് ഒന്നും ഇപ്പം ഇല്ല. ഇത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറഞ്ഞത് കേട്ടോ. Any other matters not included in list 2 or list 3. Any tax not mentioned in list 2 or list 3 are called residual powers. അതായത് 97-ൽ എന്താ പറയുന്നത് അറിയോ? നമ്മൾ ടോട്ടൽ 3 ലിസ്റ്റുകൾ പഠിച്ചിട്ടില്ലേ? ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. ഇതിൽ ലിസ്റ്റ് 1 അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാണ്, നിങ്ങളിനി ലിസ്റ്റ് 2ഉം ലിസ്റ്റ് 3യും പഠിക്കുമല്ലോ. അങ്ങനെ പഠിക്കാനായിട്ട് പോകുമ്പം ലിസ്റ്റ് 2ഉം ലിസ്റ്റ് 3യും പഠിക്കാനായിട്ട് പോകുമ്പം അവിടെ മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും ടാക്സ് ഉണ്ട് എന്നാണെങ്കിൽ, ഇൻ കേസ് ഉണ്ടെങ്കിൽ ലിസ്റ്റ് 1ൽ നമ്മൾ കളക്ട് ചെയ്തോളാം എന്നുള്ളത് ആര് പറയാണ്? സെൻട്രൽ ഗവൺമെൻറ് പറയാണ്. ഇൻഫാക്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരൈറ്റത്തിനും ടാക്സ് കൊടുക്കാതെ വിട്ടു പോകാൻ പറ്റില്ല. ഇൻ കേസ് ലിസ്റ്റ് 2ലോ ലിസ്റ്റ് 3ലോ ഏതെങ്കിലും ടാക്സ് നോട്ട് മെൻഷൻഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ലിസ്റ്റ് 1 എന്നുള്ളതാണ് അർത്ഥം. ലിസ്റ്റ് 1ൽ ടാക്സ് കളക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ലിസ്റ്റ് 1. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ, സെറ്റ് അല്ലേ? ഇനി വാട്ട് അബൌട്ട് ലിസ്റ്റ് 2? ലിസ്റ്റ് 2 എന്ന് പറയുന്നത് എന്താ നോക്കിയേ. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം. ഫസ്റ്റ് ഐറ്റം നമ്മൾ ഓൾറെഡി ലിസ്റ്റ് 1ൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ടാക്സ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം എന്നുള്ളത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എവിടെ സംസാരിക്കും എന്നറിയോ? അഗ്രികൾച്ചറൽ ഇൻകത്തിനെ പറ്റിയിട്ട് എവിടെ സംസാരിക്കും? ലിസ്റ്റ് 2ൽ സംസാരിക്കും. അഗ്രികൾച്ചറൽ ഇൻകത്തിനെ പറ്റിയിട്ട് എവിടെ സംസാരിക്കും? ലിസ്റ്റ് 2ൽ സംസാരിക്കും.
ദെൻ പറയാണ് വിച്ച് ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ മേളിലുള്ള ടാക്സ് ആര് കളക്ട് ചെയ്യും? സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യും. ഇനി എക്സൈസ് ഡ്യൂട്ടി ഓൺ ആൽക്കഹോളിക് ലിക്കർ, ഒപ്പിയം, നർക്കോട്ടിക്സ്. ഈ ഒരു പ്രൊഡക്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, മുന്നോട്ട് പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആൽക്കഹോളിക് ലിക്കർ. ആൽക്കഹോളിക് ലിക്കർ, ഒപ്പിയം, നർക്കോട്ടിക്സ് ഇതൊക്കെ ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സൊക്കെ ആൽക്കഹോളും അറിയാലോ, ആൽക്കഹോളിക് ലിക്കർ മദ്യം, ഈ ആൽക്കഹോളിക് ലിക്കറും അതേപോലെയുള്ള ഡ്രഗ്സുകളും ഇതേപോലെയുള്ള ഐറ്റംസിൻ്റെ മേളിലുള്ള എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും, എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റേറ്റ് ലെവൽ വാറ്റും കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും എന്നറിയോ? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നിങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, പ്രൊഫഷണൽ ടാക്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങളൊരു ഓഫീസൊക്കെ റൺ ചെയ്യുകയാണെന്ന്, ഒരു കൺസൾട്ടൻസി ഫേം ഒക്കെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിലാണല്ലോ നിങ്ങൾ ഇത് റൺ ചെയ്യുക. അപ്പോൾ ആ ബിൽഡിങ്ങിൽ ഇത് റൺ ചെയ്യുന്നതിന് നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സും അതേപോലെ എന്ത് ചെയ്യണം, പ്രൊഫഷണൽ ടാക്സൊക്കെ അടക്കണം. ഓക്കെ. നമുക്ക് ഇവിടെ പഠിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രൊഡക്ട്സ് ഇല്ലേ, ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി, സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാറ്റ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ നമ്മൾ ആൽക്കഹോളിക് ലിക്കറിൻ്റെ കാര്യം പറയാണ്. മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയാണ്, സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാറ്റാണ്. ആൽക്കഹോളിക് ലിക്കർ, ഒപ്പിയം, അതേപോലെ നർക്കോട്ടിക്സ്, ഇത്രയും ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ചെയ്യുന്ന സമയത്ത് വാറ്റുമാണ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. അവിടെ സെൻട്രൽ ആണ് കളക്ട് ചെയ്തതെങ്കിൽ ഇവിടെ കളക്ട് ചെയ്യുന്നവരായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. മനസ്സിലാക്കാം, ക്ലിയർലി? ഇനി വാട്ട് അബൌട്ട് ലിസ്റ്റ് 3, കൺകറന്റ് ലിസ്റ്റ്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ദ പവർ ടു ഫ്രെയിം ലോ വിച്ച് ഈസ് സബ്ജക്റ്റ് ടു കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരേപോലെ പവറുള്ള ടാക്സ് സിസ്റ്റമാണ് എന്ത്, നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന ലിസ്റ്റ് 3 എന്ന് പറയുന്നത്, കൺകറന്റ് ലിസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റ് 3 എന്ന് പറയുന്നത്. അതായത് ലിസ്റ്റ് 3 ഏതെങ്കിലും ടാക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പർട്ടിക്കുലർ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ബോത്ത് സെൻട്രലും സ്റ്റേറ്റും ആയിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഈസ് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്നാണ് നമ്മൾ പറഞ്ഞത്? ആർട്ടിക്കിൾ 246 ആണോ അതോ മറ്റേതെങ്കിലും ആർട്ടിക്കിൾ ആണോ? യെസ്, ആർട്ടിക്കിൾ 246A അപ്പോൾ ആർട്ടിക്കിൾ 246A എന്ന് പറയുന്ന ഒരു പുതിയൊരു ആർട്ടിക്കിൾ ലോഞ്ച് ചെയ്തിട്ട് പറഞ്ഞു ഇവിടെയാണ് നിങ്ങൾ GST പറ്റിയിട്ട് സംസാരിക്കുന്നത്. അപ്പം അണ്ടർലൈൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ആർട്ടിക്കിൾ 246 ഈസ് കംപ്ലീറ്റ്ലി ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? GST പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 246A ആണ്. MCQ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനൊക്കെ MCQയിൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 246A. ഓക്കെ. അപ്പോൾ ഈ ആർട്ടിക്കിൾ 246Aയിൽ ഏതൊക്കെ ഗവൺമെൻറ് ഉണ്ടാവും? സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ടാവും, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ടാവും. സ്റ്റേറ്റ് ഗവൺമെൻറ് GST കളക്ട് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ്റും GST കളക്ട് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന GST ആണ് CGST, സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന GST ആണ് SGST. ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കാണും കേട്ടോ, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ആർട്ടിക്കിൾ 246A നോക്കിയാലോ, സിമ്പിൾ ആണ് കേട്ടോ. ആർട്ടിക്കിൾ 246A എന്ന് പറയുന്ന ആർട്ടിക്കിളില്ലേ, സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കുക, ഒറ്റ പോയിന്റ് ആണ്. ആർട്ടിക്കിൾ 246A ഈസ് GST. ആർട്ടിക്കിൾ 246A ഈസ് GST. ഈ ആർട്ടിക്കിൾ 246Aയിൽ 2 ക്ലോസുകൾ സംസാരിക്കുന്നുണ്ട്. ക്ലോസ് 1ഉം അതേപോലെ ക്ലോസ് 2. 2 ക്ലോസുകളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. എവിടെ? ആർട്ടിക്കിൾ 246Aയിൽ. ഈ 2 ക്ലോസുകളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. വട്ട് ഈസ് ക്ലോസ് 1? ക്ലോസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 246 നമ്മൾ നേരത്തെ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം അതേപോലെ ലിസ്റ്റ് 3ഉം കണ്ട ആർട്ടിക്കിൾ 246 ഈ 246 ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ആർട്ടിക്കിൾ 246A നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പോവണ്ട. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടന്റ് ഇൻ ആർട്ടിക്കിൾ 246. 246 നിങ്ങൾ പഠിച്ച കാര്യങ്ങളില്ലേ, അതങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് 246A നോക്കുക. GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫ്രഷ് ആയിട്ട് നോക്കുക. എന്താണ് 246Aയിൽ പറയുന്നത്? ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ലെവി ടാക്സ്. ലെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചുമത്തുക എന്നുള്ള മീനിങ് ആണ്. ലെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവി ടാക്സ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് സബ്ജക്റ്റ് ടു ക്ലോസ് 2. ക്ലോസ് 1 പറയാണ്. ക്ലോസ് 2 പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ
നോക്കിയിട്ട്, അതായത് ക്ലോസ് 2 പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സെൻട്രൽ ഗവൺമെൻറ്റിനും ടാക്സ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് പറയുന്നത് ക്ലോസ് 1 അപ്പോൾ ക്ലോസ് 1 ഇത് പറയുമ്പോൾ തന്നെ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, എന്താ പറയുക, സബ്ജക്റ്റ് ടു ക്ലോസ് 2. അതായത് ക്ലോസ് 2 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയണം. എന്താ ക്ലോസ് 2 പറഞ്ഞെന്നറിയോ? ഓൺലി പാർലമെൻറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ്. പാർലമെൻറ്റ് മീൻസ് വാട്ട്? സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ലെവി, ചുമത്തുകയാണ്, ടാക്സ് ഓൺ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ഓർ കൊമേഴ്സ് ഓർ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഇത്രയേ ഉള്ളൂ. ഓൺലി പാർലമെന്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു പോയിന്റ് ആണ്. ഇതിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും, ഇവിടെ നിങ്ങൾ നോക്കണ്ട. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, സിംപ്ലി ഇന്റർ സ്റ്റേറ്റ് സെയിലോ പർച്ചേസോ ആണെങ്കിൽ, ഇന്റർ സ്റ്റേറ്റ് എന്താണെന്ന് പറയാട്ടോ. ഇന്റർ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല, പറയാം. ഇപ്പം മനസ്സിലാക്കുക, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യും. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക, മുന്നോട്ട് പോകുമ്പോൾ കാണും, മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ദ പവർ ടു ഇമ്പോസ് ടാക്സ് ഓൺ സെയിൽ ഓഫ് ഫോളോയിങ് പ്രൊഡക്ട്സ് ഈസ് സ്റ്റിൽ പ്രൊവൈഡഡ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് വാറ്റ് കളക്ട് ചെയ്യും. താഴെ പറയുന്ന പ്രൊഡക്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. ആരൊക്കെയാണെന്നറിയോ? പെട്രോളിയം ക്രൂഡ് പറഞ്ഞതല്ലേ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ എക്സൈസ്, സെയിൽ ചെയ്യുമ്പോൾ വാറ്റ് അല്ലേ. ഹൈ സ്പീഡ് ഡീസൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എക്സൈസ്, സെയിൽ ചെയ്യുമ്പോൾ വാറ്റ്. മോട്ടോർ സ്പിരിറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എക്സൈസ്, സെയിൽ ചെയ്യുമ്പോൾ വാറ്റ്. മോട്ടോർ സ്പിരിറ്റ് മീൻസ് പെട്രോൾ. ഇനി നാച്ചുറൽ ഗ്യാസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്താ? എക്സൈസ്, സെയിൽ ചെയ്യുമ്പോൾ വാറ്റ്. ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എന്താ? സെയിൽ ചെയ്യുമ്പോൾ എന്താ? യെസ്, മാനുഫാക്ചർ ചെയ്യുമ്പോൾ എക്സൈസ്, സെയിൽ ചെയ്യുമ്പോൾ വാറ്റ്. ശ്രദ്ധിക്കുക, ഈ 5 പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. വളരെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ടൊബാക്കോ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റും കൂടെ നമ്മൾ പഠിച്ചല്ലോ. ടൊബാക്കോയുടെ കേസ് ഞാൻ ഇവിടെ എടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പർട്ടിക്കുലർ ടൊബാക്കോ സെയിൽ ചെയ്യുന്ന സമയത്ത് വാറ്റ് വരുമോ GST വരുമോ? ആൻസർ ഇസ് GST വരും. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി തന്നെയാണ്. ബട്ട് സെയിൽ ചെയ്യുമ്പോൾ എന്തല്ല, എക്സൈസ് ഡ്യൂട്ടി അല്ല. സെയിൽ ചെയ്യുന്ന സമയത്ത് എന്താണ്? വാറ്റ് ആണ്. സോറി, ടൊബാക്കോയുടെ കേസിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് GST ആണ്, വാറ്റ് അല്ല, GST ആണ്. ബട്ട് പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, ഈ 5 പ്രൊഡക്റ്റും പ്ലസ് ഒരു പ്രൊഡക്റ്റും, ദാറ്റ് ഈസ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, ഈ 6 പ്രൊഡക്റ്റിൻ്റെയും കേസ് ഞാൻ പറയാം. ഈ 6 പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും, സെയിൽ ചെയ്യുന്ന സമയത്ത് വാറ്റും ആണ് ഇമ്പോസ് ചെയ്യുക. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടിയും, സെയിൽ ചെയ്യുന്ന സമയത്ത് വാറ്റും ആണ് ഇമ്പോസ് ചെയ്യുക. അപ്പോൾ എന്താണ് അവിടെ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് മാത്രം ഒരു റെഡ് കൊടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ 5+1 എന്ന് പറഞ്ഞത്? ടോട്ടൽ 6 ആണുള്ളത്, 6 എന്നങ്ങ് പറഞ്ഞാൽ പോരെ? പറ്റില്ല. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, ഈ 5 ഗുഡ്സിനും നിലവിൽ GST ഉണ്ടോ? ആൻസർ ഈസ് ഇല്ല. മാനുഫാക്ചർ ചെയ്യുമ്പോൾ എക്സൈസ് ഡ്യൂട്ടിയാണ്, സെയിൽ ചെയ്യുമ്പോൾ വാറ്റാണ്. ഉറപ്പല്ലേ? ബട്ട് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ഈ പറയുന്ന 5 പ്രൊഡക്റ്റിൻ്റെ മേളിലും, അതായത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, ഈ 5 ഗുഡ്സിൻ്റെ മേളിലും ഗവൺമെൻറ്റിന് വേണമെങ്കിൽ GST കൊണ്ടുവരാൻ പറ്റും. ബട്ട് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഇല്ലേ, ഈ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ആണ് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കഹോളിക് ലിക്കർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് GST കൊണ്ടുവരാൻ പറ്റില്ല. ഗവൺമെൻറ് ക്ലിയർലി ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ത് വരില്ല? GST വരില്ല. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 366(12)A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്ത് വരില്ല? GST വരില്ല എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 5 പ്രൊഡക്റ്റിനോ? ബാക്കിയുള്ള 5 പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഹൗവർ വൺസ് GST കൗൺസിൽ, എന്താണ് GST കൗൺസിൽ എന്നുള്ളത് വിൽ ഡിസ്കസ് ലേറ്റർ കേട്ടോ, മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഈസ് റെക്കമെൻഡ് ദ ഡേറ്റ് ഫ്രം ദ GST ഈസ് ഇമ്പോസ്ഡ് ഓൺ ദീസ് പ്രൊഡക്റ്റ്.
അതായത് ഈ പറയുന്ന 5 പ്രൊഡക്റ്റിനും നിലവിൽ GST ഇല്ലെങ്കിലും നാളെ മുതൽ GST വരുമെന്ന് GST കൗൺസിൽ പറയാണ്, റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നാളെ മുതൽ ഈ 5 പ്രൊഡക്റ്റിനും GST കൊണ്ടുവരും. പക്ഷേ ഇതേ സെൻട്രൽ ഗവൺമെൻറ്റിന് പറ്റില്ല ആൽക്കഹോളിക് ലിക്കറിന് മേളിൽ GST കൊണ്ടുവരാൻ പറ്റില്ല. ബിക്കോസ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ കംപ്ലീറ്റ്ലി GSTയുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ GSTയുടെ പർവ്യൂവിൽ നിന്നും പുറത്താണ്. ആർട്ടിക്കിൾ 366(12)A പ്രകാരമാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പോയിന്റ് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 5+1 കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് എന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. 5+1 കാറ്റഗറീസ് ഓഫ് ഗുഡ്സ്. ആരൊക്കെയാണ് ഈ 5+1? ഒന്നാമത്തെ പ്രൊഡക്റ്റ് നമ്മൾ പറയുന്നു പെട്രോളിയം ക്രൂഡ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്താണ്? ആൽക്കഹോളിക് അല്ല. രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ ഏതാ? ഹൈ സ്പീഡ് ഡീസൽ ആയിരിക്കും. യെസ്, ഹൈ സ്പീഡ് ഡീസൽ. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആരാണ്? നാച്ചുറൽ മോട്ടോർ സ്പിരിറ്റ് അല്ലേ, ഓർഡർ മറന്നുപോയി. മോട്ടോർ സ്പിരിറ്റ്, ദെൻ നാച്ചുറൽ ഗ്യാസ്, ദെൻ ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ. ഈ 5 പ്രൊഡക്റ്റ്. ഓക്കെ, +1 ഏതാണ്? ആറാമത്തെ പ്രൊഡക്റ്റ് ആൽക്കഹോളിക് ലിക്കർ എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, ഫോർ ഹ്യൂമൻ കൺസംഷൻ എഴുതണം. കാരണം എന്താ? ആൽക്കഹോളിക് ലിക്കർ പല സാധനങ്ങൾക്കും യൂസ് ചെയ്യുന്നില്ലേ? പല സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യാനും ആൽക്കഹോളിക് ലിക്കർ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലിക്കർ പോട്ടെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്നുള്ളത് എടുത്തു പറയാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഈ 6 പ്രൊഡക്റ്റിൻ്റെയും ജനറൽ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 പ്രൊഡക്റ്റും നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടിയാണ് ലെവി ചെയ്യുന്നത്. സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ വാറ്റ് ആണ് ലെവി ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇതിൽ 5 പ്രൊഡക്റ്റ്, ഈ 5 പ്രൊഡക്റ്റിനും നിലവിൽ GST ഇല്ല, എക്സൈസും വാറ്റും ആണെങ്കിലും വൺസ് നമ്മുടെ GST കൗൺസിൽ പറഞ്ഞു കഴിഞ്ഞാൽ GST can impose. But what about alcoholic liquor for human consumption? GST ഒരിക്കലും ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല. കംപ്ലീറ്റ്ലി നമ്മുടെ GSTയുടെ പർവ്യൂവിൽ നിന്നും പുറത്താണ് നമ്മുടെ ആൽക്കഹോളിക് ലിക്കർ. അപ്പോൾ GST ഒരിക്കലും എന്ത് ചെയ്യില്ല? ലെവി ചെയ്യില്ല. നോ GST ഈസ് ലെവീഡ് അറ്റ് ഓൾ. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? GST ലെവി ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയുമാണ് ഈ 5+1 കാറ്റഗറീസ് ഓഫ് ഗുഡ്സിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ബൈ ഹാർട്ട് പഠിച്ചു നോക്കുക. ആൽക്കഹോളിക് ലിക്കറിൻ്റെ സ്പെസിഫിക്കേഷനും പഠിച്ചു നോക്കുക. 5+1 കാറ്റഗറീസ് ഓഫ് ഗുഡ്സ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ സെപ്പറേറ്റ് റെഡിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. സെറ്റല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇതാണ് ഓൾ ടോട്ടൽ ആർട്ടിക്കിൾ 246A എന്ന് പറയുന്നത്. അഗെയിൻ പറയാണ്, ഇത്രയുമാണ് ടാക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ആക്ച്വലി ഇത്രയും നേരം നമ്മൾ ടാക്സിൻ്റെ ബേസ് ആണല്ലേ നോക്കിയേ. ഇനി നമ്മൾ എവിടത്തേക്ക് പോകാമെന്നറിയോ? GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് ബേസിക്സ് ഓഫ് അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ടാക്സേഷൻ ആണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ഡയറക്റ്റ്ലി GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ലോയിലേക്ക് പോവാണ്. ഇതുവരെ എടുത്തതില്ലേ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനായിട്ട് തന്നെ എന്ത് ചെയ്യാം? GST സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.